ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഫാമിലി ക്യാമ്പിൻ്റെ 2-ാം ദിവസത്തെ 3-ാമത്തെ ശുശ്രൂഷകൾ നമ്മൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ വളരെ ശക്തമായ ഒരു ആത്മിക സന്ദേശം കർത്താവിൻ്റെ ദാസിയിൽ കൂടെ നമ്മൾ കേട്ടു. ആ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് മറന്ന് പകൽക്കാലം മുൻപോട്ട് വന്നാട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ വാഴക്കുളം ഫെയ്ത്ത് സിറ്റി ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായ കർത്തദാസൻ പാസ്റ്റർ വിൻസെൻ്റ് മുല്ലശ്ശേരിയിൽ മുൻപോട്ട് കടന്നു വന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ 3-ാം സെഷൻ നമുക്ക് ആരംഭിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഞങ്ങളുടെ പ്രത്യാശയുമായ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വീണ്ടും 3-ാമത്തെ സെക്ഷനിലേക്ക് കടക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും വീണ്ടും ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഗാന ശുശ്രൂഷയെ അനുഗ്രഹമാക്കി തീർക്കുവാൻ ഞങ്ങൾ അങ്ങയോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും ഇവിടെ പരിവർത്തിച്ചു കൊണ്ടിരിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അവിടുന്ന് സഹായിക്കണമേ. മറക്കേണ്ടതിനെ മറക്കുവാനും ക്ഷമിക്കേണ്ടതിനെ ക്ഷമിക്കുവാനും എല്ലാം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിനംപ്രതി മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മുറുകെ പറ്റുന്ന പാപവും ഭാരവും എല്ലാം വിട്ടോടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് തരികയാണ്. ഹല്ലേലൂയ. അടുത്ത സെക്ഷനിൽ സംസാരിക്കുവാൻ പോകുന്ന കർത്താവിൻ്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് വീണ്ടും ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് അവിടുന്ന് സഹായിക്കണമേ. ഈ സെക്ഷൻ ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവ് തന്നെ ഭരിച്ച് നടത്തേണ്ടതിന് ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. പുത്രനാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപ തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ഈ ആത്മീക സംഗമത്തിൽ വളരെ അനുഗ്രഹീതരായിരിക്കുന്ന കർത്തദാസിമാരെയാണ് കർത്താവിൻ്റെ ദാസൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ സെഷൻ നമ്മുടെ ഹൃദയത്തെ കീറിമുറിക്കുന്ന ഒരു സന്ദേശം നമ്മൾ കേട്ടു. പിമ്പിലുള്ളതൊക്കെ മറക്കാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ക്ഷമിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടല്ലോ. തുടർന്ന് കർത്താവ് ഈ കാലഘട്ടത്തിൽ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ ദാസനെയാണ് നമുക്ക് തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് ലഭ്യമായിട്ടുള്ളത്. നമുക്കൊന്നും ഒരു ഇൻട്രൊഡക്ഷൻ്റെയും ആവശ്യമില്ലാത്ത പവർ വിഷനിൽ ഒരു നിറസാന്നിധ്യമായിരിക്കുന്ന കേരളത്തിൻ്റെ കൺവെൻഷൻ വേദികളിൽ കേരളത്തിന് വെളിയിലും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുന്ന അഭിഷക്തൻ പാസ്റ്റർ അനീഷ് തോമസ് റാന്നിയാണ് ദൈവനം ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ സിനി ജോയ്സ് മാത്യുവിനെ ഞാൻ മുൻപോട്ട് ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഫാമിലി ഫെസ്റ്റിവൽ 2-ാമത്തെ ദിവസം എൻ്റെ 3-ാമത്തെ സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണല്ലോ. ഈ സെഷനിൽ നമ്മളോട് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാനായി കർത്താവ് പറഞ്ഞയച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് തോമസിനെയാണ്. തോമസ് അമ്മക്കുട്ടി ദമ്പതികളുടെ മകനായി റാന്നിയിൽ ജനിച്ച് 11-ാമത്തെ വയസ്സ് മുതൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അതിശക്തമായി പ്രയോജനപ്പെടുന്ന ദൈവഭൃത്യനാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് തോമസ്. കഴിഞ്ഞ 34 വർഷമായി നേരത്തെ പാസ്റ്റർ CV ഏലിയാസ് ഓർപ്പിച്ചതുപോലെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങളിലും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ദൈവദാസനെ അതിശക്തമായ രീതിയിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹങ്ങളിലെ പേരെടുത്ത് പറയത്തക്ക സംഘടനകളിലൊന്നായ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ അംഗമാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് തോമസ്. ഇപ്പോൾ പത്തനംതിട്ട ലോക്കൽ ചർച്ചിൻ്റെ പാസ്റ്ററായും അതേസമയത്ത് തന്നെ ചെങ്ങന്നൂർ സെൻട്രൽ പാസ്റ്ററായും കർത്താവിൻ്റെ ദാസൻ സേവനം അനുഷ്ഠിക്കുന്നു. കോവിഡ് കാലത്തിന് മുൻപ് തൊട്ട് തന്നെ പവർ വിഷനിൽ തൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു.
എന്നാൽ കോവിഡ് കാലഘട്ടം തുടങ്ങി ഇന്നേ വരെ പവർ വിഷനിലെ അതിശക്തമായ ദൈവികമായ ദൂതുകൾ ദൈവദാസന്മാരെ ദൈവമക്കളെ അറിയിക്കുവാനായി ദൈവം ഉപയോഗിച്ച ദൈവമനുഷ്യനുമാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് തോമസ്. ഇന്നലെ താൻ വിജയവാഡയിലായിരുന്നു, രാത്രിയിലാണ് മടങ്ങിയെത്തിയത്. എങ്കിലും നമ്മളെ സ്നേഹിച്ച് നമ്മളെ ഈ ഫാമിലി ഫെസ്റ്റിവൽ കടന്നു വരുവാനായി ദേവദാസൻ സമ്മതം അറിയിക്കുകയും ഇന്ന് കടന്നു വരികയും ചെയ്തു. കഴിഞ്ഞ 30-ലധികം വർഷങ്ങളായി ഫെയ്ത്ത് സിറ്റി സഭയുമായി വളരെ അഭേദ്യമായ ഒരു ബന്ധം തനിക്കുണ്ട്. നേരത്തെ നമ്മുടെ സീനിയർ പാസ്റ്റർ പണ്ടൊരിക്കൽ പല പ്രാവശ്യം ഓർപ്പിച്ചിട്ടുള്ളതുപോലെ തൻ്റെ ഭവനത്തിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ കേവലം ഒരു ചെറിയ ബാലനായി 11 വയസ്സുള്ള ബാലനായി കടന്നു വന്ന് ശുശ്രൂഷിച്ച ഒരു സമയമുണ്ട്. ഫെയ്ത്ത് സിറ്റി സഭയിൽ അനേക തവണ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിലും നമ്മളുടെ ഫെയ്ത്ത് സിറ്റി ഫാമിലി ഫെസ്റ്റിവലുകളിലും കടന്നു വരികയും ദൈവവചനം ശുശ്രൂഷിക്കുകയും ചെയ്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് തോമസ് ആണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിൻ്റെ ദാസൻ നമ്മുടെ സന്ദേശം അറിയിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഒത്തിരി അനുസരിച്ചുകൊണ്ട് നന്ദിയുണ്ട്. എങ്കിൽ ഈ ഭാഗത്ത് കുറച്ച് കസേരകളിലൂടെ നമ്മുടെ കുടുംബ സംഗമമല്ലേ, പ്രസംഗിക്കുന്നവർക്കും നിങ്ങൾ കുറച്ചുകൂടെ അടുത്തിരിക്കുന്നതാണ് നല്ലത്. വളരെ ശക്തനായ ഒരു കർത്തദാസനാണ് തുടർന്ന് ദൈവം സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ചില സീറ്റുകൾ കൂടെ അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ അതും കൂടെ ഫില്ല് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ആരെയും കേൾക്കുന്നില്ലേ? അവിടെയൊക്കെ ആളുള്ളതാണോ? അവിടെയൊക്കെ പുസ്തകം വെച്ചിട്ട് പോയതാണെന്നാണ് പറയുന്നത്. സ്തോത്രം. അങ്ങനെയുള്ളവർ ദയവായിട്ട് നിങ്ങളുടെ പുസ്തകമുള്ളവരൊക്കെ അവിടെ വന്നിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവജന ശുശ്രൂഷയിലേക്ക് കടക്കാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. ഞാൻ ഈ ശുശ്രൂഷ ലീഡ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു വാക്കുണ്ട്. ഇരമ്യാ പ്രവചനം 18-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പ്രവാചകനായിരിക്കുന്ന ഇരമ്യായോട് പറഞ്ഞൊരു വാക്കുണ്ട്. നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. ഞാൻ വിചാരിച്ചത്, ദൈവത്തിന് സ്തോത്രം, കർത്താവ് നമ്മളെ ഈ വാഗമൺ മലമടക്കിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾപ്പിക്കാനാ. എത്ര പേർ വിശ്വസിക്കുന്നു? യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, രാവിലത്തെ സന്ദേശം നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന കർത്തൃദാസൻ അതിൻ്റെ ദൈവത്തിന് സ്തോത്രം ഇൻസ്പിറേഷൻസൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം തൻ്റെ ആ റിഫ്ലക്ഷൻസ് പറഞ്ഞപ്പോൾ തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായിട്ട് വരും. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയത്തെ തൊടുന്ന സന്ദേശങ്ങളാണ് ഇന്ന് പകലുള്ളത്. കർത്താവിനെ എവിടെ വെച്ചും സംസാരിക്കാം. പക്ഷേ ഈ പട്ടണത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് അന്തരാ ജഗനഘടകസ്യ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവമക്കൾ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. നമ്മുടെ ഹൃദയം ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഏകാഗ്രമാണെങ്കിൽ ഞാൻ പറയാം, സംസാരിപ്പാൻ ദൈവം ഒരുക്കമാണ്. അഭിഷക്തന്റെ വായിൽ കർത്താവ് കൊടുത്ത ദൂത് ഇന്ന് പകൽ കർത്താവിനോട് ഹൃദ്യമായി സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും അനുഗ്രഹീതനായ കേരളക്കരയ്ക്ക് 11 വയസ്സ് മുതൽ പ്രവചനാത്മാവിൽ കർത്താവിന് വേണ്ടി സംസാരിക്കാൻ സ്വർണ്ണ നാവ് കൊടുത്ത കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ അനീഷ് തോമസിനെ കരങ്ങളെ അടിച്ച് ശുശ്രൂഷിക്കാട്ട് നമുക്ക് ക്ഷണിക്കാം. താങ്ക് യു. Praise the Lord. Hallelujah. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായ ഒരു ദിവസത്തിൽ കൂടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വക്താവായി നിൽപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോക മലയാള സമൂഹത്തിന്, വിശേഷിച്ചും പെന്തക്കോസ്ത് സമൂഹത്തിന് ഏറ്റവും മാതൃകാപരമായ നിലയിൽ കർത്താവിൻ്റെ നാമത്തെ വിളംബരം ചെയ്യുവാൻ ദൈവം വേർതിരിച്ചിരിക്കുന്ന ഫെയ്ത്ത് സിറ്റി ചർച്ചിൻ്റെ ഈ ഫാമിലി ഫെസ്റ്റിവലിൽ നിങ്ങളോടൊപ്പം 2ാമത്തെ ദിവസം കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തിൻ്റെ വിശുദ്ധ വചനവുമായി നിങ്ങളെ ശുശ്രൂഷിക്കുവാനും ദൈവം അനുവദിച്ച വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ചും ഈ സെഷൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആത്മീയ നേതൃത്വം നൽകുന്ന പ്രിയ CV എലിയാസ് പാസ്റ്റർ, അപ്പോൾ തന്നെ ഫെയ്ത്ത് സിറ്റി സഭയുടെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന പ്രിയ ബാബു ജോൺ പാസ്റ്റർ, ബാബുചായന്, ക്രിസ്തുവിൽ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ഡോക്ടർ സിനി ജോയ്സ് മാത്യു, പാസ്റ്റർ വിൻസെൻ്റ്, പാസ്റ്റർ സനീഷ് ഉൾപ്പെടെ കർത്തൃദാസന്മാരോട് ഒരുമിച്ചായിരിക്കുന്നതിൽ, ദൈവമക്കളുടെ കൂടെ ആയിരിക്കുന്നതിൽ
ഒത്തിരി സന്തോഷിക്കുന്നു. ഞാനിവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഓർമ്മ ഒത്തിരി പുറകിലേക്ക് 1990-കൾക്കിപ്പുറം 92, 93 ആ കാലത്തേക്കൊക്കെ പോയി. ബാബുച്ചാൻ്റെ വീട്ടിലെ ആ കൊച്ചുമുറിക്കകത്ത് ഫെയ്ത്ത് സിറ്റിയിലെ ദൈവമക്കൾ ഒന്നിച്ച് വന്നിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ആ ദിവസം, കേരളത്തിൽ സിംഹഗർജനം പോലെ ദൈവം ഉപയോഗിച്ച ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ശ്രേഷ്ഠനായ കർത്തൃദാസൻ, അദ്ദേഹം ഭയങ്കര കർക്കശക്കാരനായിരുന്നു. നോ കോംപ്രമൈസാണ്. എനിക്കറിയത്തില്ല പിന്നെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അന്നൊക്കെ 10 മണിക്ക് ഫെയ്ത്ത് സിറ്റിയുടെ ഒരു യോഗം തുടങ്ങിയ അത് തീരണ കുറഞ്ഞ ഒരു 5 മണി. അതിശോക്തിയാണ് ഭാവിച്ചാൽ ഞാൻ പറയുന്നത് അല്ല. ആ മീറ്റിങ്ങിനകത്ത് ഒരു കൊച്ചു ബാലകനായിട്ട് ഞാൻ വന്നിരിക്കുന്ന ആ സമയം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ബേബിച്ചാന്, ആൻറ്റി, ബാബുച്ചാന്, അതുപോലെ മറ്റ് സഹോദരങ്ങൾ ദൈവ ഈ സഭയെ ഇത്രത്തോളം കൊണ്ടുവന്നത് കാണുമ്പം ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുന്നല്ലോ, ദൈവരാജ്യത്തിന് നിങ്ങളെ ഒരു മഹത്വമാക്കി നിർത്തിയിരിക്കുന്നല്ലോ. എനിക്കൊത്തിരി ഹൃദയെടുപ്പുള്ള പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ട്. ഞാൻ ഓരോരുത്തരെയും പേര് പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രസംഗം നടക്കത്തില്ല ഈ സെഷനിൽ. അതുകൊണ്ട് ആരുടെയും പേര് പറയാതിരിക്കണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ ചില പേരുകളൊക്കെ സോണിച്ചായന്, ജയ ആൻറ്റി, അതുപോലെ തന്നെ ഇന്ദു ആൻറ്റി, ഇങ്ങനെ ഒത്തിരി ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന പല ദൈവമക്കളും ഈ കൂട്ടായ്മയിലുണ്ട്. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. കർത്തദാസൻ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ 7 ദിവസമായിട്ട് ഞാൻ നാട്ടിലില്ലായിരുന്നു. ലാസ്റ്റ് 3 ദിവസവും വിജയവാഡയ്ക്കടുത്ത് ഏലൂരെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യോഗത്തിൽ പ്രസംഗിക്കുവാൻ പോയിരിക്കുകയായിരുന്നു. പാസ്റ്റർ PR ബേബിയെപ്പോലെ തന്നെ പ്രവചന ശബ്ദമായി ഉപയോഗിക്കുന്ന ഒരു അനുഗ്രഹീതനായ കർത്തൃദാസന ആന്ധ്രാക്കാരൻ പാസ്റ്റർ സോളമൻ രാജു. ഏകദേശം സിമിലറാകട്ടോ ഈ ചർച്ചും അതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ അത് വലുതാണ്. ആരാധനയ്ക്കൊരു 5000-നും 10,000-നും ഇടയിൽ ആളുണ്ടായിരുന്നു. ഭയങ്കരമായ ദൈവമഹത്വം വെളിപ്പെടുന്ന ഒരു ശുശ്രൂഷ. ആ കർത്തൃദാസൻ്റെ പ്രത്യേകത കോവിഡിന് മുമ്പ് തന്നെ കോവിഡിനെക്കുറിച്ച് വളരെ കൃത്യമായി പ്രവചിച്ച ഒരു കർത്തൃദാസന്, ഭയങ്കരനായ ഒരു പ്രവാചകനാണ്. ദൈവം ഭയങ്കരമായി ഉപയോഗിക്കുന്നു. സൊറൈസിസ് എന്ന് പറയുന്ന രോഗം വന്ന് വീട്ടുകാർക്ക് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് അദ്ദേഹത്തെ കൊണ്ട് റോഡിൽ ഒരു മരത്തണലിൽ ഉപേക്ഷിച്ചതാണ്. ശരീരം മുഴുവൻ അതുപോലെ ദുർഗന്ധം വമിക്കുന്ന നാറ്റമായതുകൊണ്ട് തന്നെ ചികിത്സയ്ക്ക് വകയില്ലാത്തത് കൊണ്ട് റോഡിൽ ഉപേക്ഷിച്ച മനുഷ്യൻ ആ മരച്ചുവട്ടിൽ വെച്ച് കർത്താവ് തന്നെ തൊട്ടു. ഇന്ന് 40 പ്രവർത്തനങ്ങൾ, 40 പ്രവർത്തനമാണ്. നിങ്ങളുടെ സഭ പോലെ 40 സഭ കൂട്ടിയാൽ മതി. ഇങ്ങനെ ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാർ നമ്മുടെ നാട്ടിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അതൊക്കെ ഒരു ചെറുതാ. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനിങ്ങനെ അവിടുത്തെ പ്രസംഗമെല്ലാം കഴിഞ്ഞ് സന്തോഷിച്ച് ബാംഗ്ലൂരിൽ എയർപോർട്ടിൽ വന്നിങ്ങനെ ചുമ്മാതെ ദൈവമേ ഇതൊക്കെ എങ്ങനെ കേരളത്തിൽ നടക്കുമെന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ തൊട്ടപ്പുറത്ത് പാസ്റ്റർ എം. വർഗീസ് വന്നിരുന്നു. ഞാൻ അച്ചായനോട് പറഞ്ഞു, അച്ചാ ഇങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡായിട്ട് വരിക. അന്നേരം എന്നോട് പറഞ്ഞു, മോനെ നമ്മൾ കുറേ പേര് വലിയ വചനം അറിയാവുന്നവരെന്നും പറഞ്ഞ് മേനി നടിച്ച് നടക്കുക. പക്ഷെ ദൈവം ഉപയോഗിക്കുന്നതെല്ലാം ഇവിടുന്ന് അങ്ങ് വടക്കോട്ട. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ പറ്റത്തില്ലല്ലോ, നമുക്കും ഒന്ന് ഉപയോഗിക്കപ്പെടണ്ടായോ? നമ്മുടെ ദൈവരാജ്യത്തിന് വേണ്ടി നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടായോ? ഈ ഒരായുസ് തീരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ദൈവരാജ്യത്തിലൊന്ന് എഴുതി ചേർക്കണ്ടായോ? കൊതിയുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. നല്ലൊരു തീമിനെ ബേസ് ചെയ്താൽ നിങ്ങളുടെ ഈ ശുശ്രൂഷ പോകുന്നത്. അതുകൊണ്ട് എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞങ്ങളൊക്കെ ഈ സഭാചാർജോടുള്ള ദൈവാസന്മാരായതുകൊണ്ട് സഭകളുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടറിയാം. ഇപ്പോഴൊക്കെ എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫറിൻ്റെ സമയം. ഞങ്ങളുടെ സഭ അതിൻ്റെ ട്രാൻസ്ഫറിൻ്റെ സമയമായി. ഇപ്പോൾ ബാബുച്ചാൻ്റെ വൈഫ് സിസിയാൻറ്റി ഞങ്ങളുടെ സഭയിലെ ഇല്ലിക്കലെ അമ്മച്ചിയാണ് എന്നെ ആദ്യമായിട്ട് ഫെയ്ത്ത് സിറ്റി ചർച്ച് പരിചയപ്പെടുത്തുന്നത്. കോട്ടയം സഭയിലെ ഏറ്റവും വിശ്വസ്തയായ ഒരമ്മയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ട്രാൻസ്ഫർ വരിക ഈ ആഴ്ച കൂടെ ഉള്ളൂ. അടുത്ത ആഴ്ച വരുമ്പോൾ പുതിയ ചർച്ചിലാണ് ചാർജ് എടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ചിലയിടത്തൊക്കെ ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുമെന്നുള്ളത് ഒരു സത്യമാണ്. അങ്ങനെ ഒരു ട്രാൻസ്ഫർ കാലം കഴിഞ്ഞു. 2 പാസ്റ്റർമാർ ഒരു സെൻറ്ററിലെ 2 ചർച്ചുകളിൽ പോയി ചാർജ് എടുത്തു. അങ്ങനെ ചാർജെല്ലാം എടുത്തു. അന്നേരം പൊതുവെ വിശ്വാസികൾ അങ്ങനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളൊന്നും അങ്ങനെ ചെയ്യത്തില്ല, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ പാസ്റ്റർമാരെ ഒന്ന് വിലയിരുത്തും. അന്നേരം
രണ്ട് സഭകളിലെ രണ്ട് വിശ്വാസികൾ തമ്മിൽ കണ്ടപ്പോൾ ചോദിച്ചു, സഭയൊക്കെ എങ്ങനെയുണ്ട്, സന്തോഷമായിട്ട് പോന്നോ, പുതിയ പാസ്റ്ററൊക്കെ വന്നിട്ട് എങ്ങനെയുണ്ട്, സന്തോഷമാണോ, എങ്ങനെയുണ്ട് മെസ്സേജൊക്കെ? അന്നേരം ഒരാൾ പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്ക് വന്നിരിക്കുന്ന പാസ്റ്റർ സൂപ്പർ പാസ്റ്റർ, എന്തോ മെസ്സേജാണ്. അത് മാത്രമല്ല, പുള്ളിക്ക് ഏത് സബ്ജക്റ്റ് കൊടുത്താലും ഒരു 3/4 മണിക്കൂർ സൂപ്പറായിട്ട് പുള്ളി പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. അപ്പം അടുത്ത ആൾ പറഞ്ഞു, അത്രയേ ഉള്ളോ, ഞങ്ങൾക്കിപ്പം വന്നു പറ്റിക്കുന്ന പാസ്റ്റർ അതിനെക്കാട്ടി സൂപ്പറാണ്, ഒരു സബ്ജക്റ്റും കൊടുത്തില്ലെങ്കിലും 1.5 മണിക്കൂർ പ്രസംഗിക്കുകയും ചെയ്യും, പ്രസംഗം കഴിയുമ്പം വലിയൊരു പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന്, വലിയൊരു വിഷയം ഉണ്ടാക്കുകയും ചെയ്യും. ഏതായാലും ഒരു വിഷയമൊന്നും ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ദൈവം ഏൽപ്പിച്ചൊരു സന്ദേശമുണ്ട്, അത് വളരെ ശാന്തമായിട്ട് കൈമാറാം. നമുക്കറിയാം നിങ്ങളുടെ തീം എന്താണെന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വാക്യം ഒന്ന് പറയാവോ? എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് പറയാവോ? ഒന്ന് ഞാൻ ചെയ്യുന്നു, അല്ലേ? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം, അല്ലേ? ഒന്ന് ഞാൻ ചെയ്യുന്നു. ഇങ്ങനെയാണോ ഉറക്കെ പറയുന്നത്? ചേർന്ന് പറഞ്ഞേ പ്രിയപ്പെട്ടവരെ. ഒന്ന് യെസ്. ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനു വേണ്ടി ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് വിരുദ്ധനായി ഓടുന്നു. ഇത് ഒരാൾ പറയുന്ന കാര്യമാണ്, അല്ലേ? ഒരാൾ വളരെ പേഴ്സണലായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ സെഷനിൽ ഏറ്റവും ശക്തമായി ആ കാര്യത്തെക്കുറിച്ചൊക്കെ വിളംബരം ചെയ്തു എന്നെനിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരൂടെ മുന്നോട്ടങ്ങ് പോകാം. BC 357 മാസിഡോണിയയിലെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവ് ഫിലിപ്പ് രണ്ടാമനാൽ പണികഴിപ്പിക്കപ്പെട്ട റോമിലെ കാരാഗൃഹത്തിൽ AD 60-നും 62-നും ഇടയിൽ സുവിശേഷം നിമിത്തം തടവിലായിരിക്കുന്ന ശ്രേഷ്ഠനായ കർത്തൃദാസൻ പറയുകയാ, ഒന്നാ ഞാൻ ചെയ്യുന്നത്, ഒന്നേ ചെയ്യുന്നുള്ളൂ, പിൻപിലുള്ളതെല്ലാം മറക്കുന്നു, മുൻപിലുള്ളതിനു വേണ്ടി മാത്രം ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് വിരുദ്ധനായി ഓടുന്നു. പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങളെല്ലാം തന്നെ ശക്തമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പ്രത്യേകത പറയുന്നത് പോൾസ് ജോയി ലെറ്റർ, പൗലോസിൻ്റെ സന്തോഷത്തിൻ്റെ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. 4 അധ്യായത്തിൽ 16 പ്രാവശ്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം സന്തോഷമാണ്. കർത്താവിൽ സന്തോഷിപ്പീൻ. 4 തരം സന്തോഷത്തെക്കുറിച്ച് അദ്ദേഹം 4 അധ്യായത്തിൽ പറയുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിലെ സന്തോഷം, ഇത് ജോയ് ഇൻ സഫറിങ്, കഷ്ടതയിലുള്ള സന്തോഷം. ഒന്ന് ചേർന്ന് പറയാവോ? കഷ്ടതയിലുള്ള സന്തോഷം. മലയാളത്തിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ പാടിയ ഒരു പഴയ പാട്ടുണ്ട്, കഷ്ടതയിലും പാടുവാൻ, നഷ്ടം അതിൽ കൊണ്ട് ആടുവാൻ, അല്ലേ? അപ്പോൾ കഷ്ടതയിലുള്ള സന്തോഷം, അത് ഇന്നത്തെ സമൂഹത്തിനൊക്കെ ഇച്ചിരി ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ ഇച്ചിരി പാടാ. 2 വെച്ചാൽ 4, 4 വെച്ചാൽ 8, 8 വെച്ചാൽ 16, സോപ്പും കൊണ്ടുപോവാ, ജീപ്പും കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിലൊക്കെ കഷ്ടതയിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത്, അതിനോടൊക്കെ ഒന്ന് താതാത്മ്യപ്പെടുക എന്ന് പറയുന്നത് ഇച്ചിരി ചെറിയൊരു കാര്യമൊന്നുമല്ല. പക്ഷേ നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ പലരുടെയും പൂർവ്വകാലം. എൻ്റെ അമ്മയൊക്കെ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് വിശ്വാസത്തിൽ ഇറങ്ങി വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി കഷ്ടങ്ങളൊക്കെ വിശ്വാസത്തിന് വേണ്ടി സഹിച്ചതാ. അതുകൊണ്ട് തന്നെ ഈ കഷ്ടതയ്ക്കകത്തൂടെ വെളിപ്പെടുന്ന ഒരു ദൈവിക തേജസ്സിൻ്റെ മഹത്വം എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കരമാണെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ പൗലോസിനോടൊക്കെ ചേർന്ന് ഇത് പറയാൻ പറ്റും, കഷ്ടതയിലുള്ള സന്തോഷം. ഇനി 2-ാമത്തെ ഒരു സന്തോഷം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ജോയ് ഇൻ സെർവിങ്, സേവനം ചെയ്യുന്നതിലുള്ള സന്തോഷം. അവിടെ ഞാൻ നിൽക്കുന്നില്ല. ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ട് സേവനം ചെയ്യുന്നതിലുള്ള സന്തോഷം. ഇനി 3-ാമത്തെ അധ്യായത്തിൽ ഒരു സന്തോഷമുണ്ട്. എന്താണെന്നറിയോ? ജോയ് ഇൻ ബിലീവിങ്, വിശ്വസിക്കുന്നതിലുള്ള സന്തോഷം. ഒന്ന് പറഞ്ഞു, വിശ്വസിക്കുന്നതിലുള്ള സന്തോഷം. ദൈവമക്കളുടെ ഏറ്റവും വലിയ സ്വത്ത് അമേരിക്കയിലെ കാശാണോ, ഗൾഫിലെ പണമാണോ, വിദ്യാഭ്യാസമുള്ള മക്കളിലുള്ള ആശ്രയമാണോ, അതോ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള അടിയുറച്ച ഉറപ്പാണോ? എൻ്റെ ദൈവം ഇന്നും സിംഹത്തിൻ്റെ വാ അടയ്ക്കാൻ കരുത്തുള്ള ദൈവമാണെന്ന് വിശ്വസിക്കുന്ന, എൻ്റെ ദൈവം ഇന്നും തീയുടെ ബലം കെടുത്താൻ ശക്തനായ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന, എൻ്റെ ദൈവം ഇന്നും കാരാഗ്രഹത്തിൽ വാതിൽ തുറക്കാൻ ശക്തനാണെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ! ജീസസ്, വിശ്വസിക്കുന്നതിലുള്ള സന്തോഷം.
ഇനി 4-ാമത്തെ അധ്യായത്തിലൊരു സന്തോഷമുണ്ട്. എന്താ സന്തോഷം എന്നറിയോ? ജോയ് ഇൻ ഗിവിങ്, കൊടുക്കുന്നതിലുള്ള സന്തോഷം. കൊടുക്കുന്നതൊക്കെ എങ്ങനെ കൊടുക്കണം? സന്തോഷത്തോട് കൊടുക്കണം. സ്തോത്രമാണേലും കൊള്ളാം, ആരാധനയാണേലും കൊള്ളാം, മറ്റൊരാളുടെ ആവശ്യത്തിലെ കൂട്ടായ്മയാണേലും കൊള്ളാം, സുവിശേഷ ഘോഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണേലും കൊള്ളാം. അല്ലേ? 2 തരം കൂട്ടായ്മകളെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ആവശ്യങ്ങളിലെ കൂട്ടായ്മ, മറ്റൊന്ന് സുവിശേഷ ഘോഷങ്ങളിൽ പങ്കാളിയാകുക. ഇങ്ങി കൊടുക്കുന്നതൊന്നും ആർക്കാണ്ടും വേണ്ടി കൊടുക്കരുത്, മനസ്സില്ലാ മനസ്സോടെ കൊടുക്കരുത്. കൊടുക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ കൊടുക്കണം. ഇന്ന് പകൽ ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയൊക്കെ ആരുടെയും നിർബന്ധത്തിനൊന്നും കൊടുക്കരുത്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. എനിക്കറിയാം, നിങ്ങളെ പറഞ്ഞ് സ്തുതിപ്പിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളാ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളൊക്കെ. സന്തോഷത്തോടെ ഒരല്പസമയം കരമൊക്കെ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ. ഞാൻ പറയാറുണ്ട്, കൊടുക്കുകയാണെങ്കിൽ അരിമത്യക്കാരൻ യോസഫ് കൊടുത്ത പോലെ കൊടുക്കണം. എന്താ വെച്ചാൽ കൊടുത്തേ? അതാ കല്ലറ. നമ്മൾ വേറെ എന്നാ വേണേലും കൊടുക്കും. കല്ലറ. പെന്തിക്കോസ്തുകാർക്ക് ആകെപ്പാടെ പൂട്ടും കെട്ടുമുള്ള ഒരു സാധനം എന്ന് പറയുന്നത് കല്ലറ. ഞാൻ ചോദിച്ചാൽ എന്തോ പരിപാടി കാണിച്ചേ? വേറെ എന്താണേലും തിരിച്ചു മേടിക്കാൻ പറ്റും, കല്ലറ കൊടുത്തേച്ച് തിരിച്ചു മേടിക്കാൻ പറ്റുമോ? അന്നേരം പുള്ളി പറഞ്ഞു, എല്ലാവർക്കും കൊടുക്കുന്ന പോലല്ല ഈ യേശുവിന് കൊടുക്കുന്നത്. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല. എന്തോ കൊടുത്താലും തിരിച്ചു തരും. എങ്ങനാ തിരിച്ചു തരുന്നതെന്നറിയാവോ? അവന്റെ മഹത്വത്തിനനുസരിച്ചാ തിരിച്ചു തരുന്നേ. എൻ്റെ 11-ാമത്തെ വയസ്സ് മുതൽ ഞാൻ എന്നെ കർത്താവിന് കൊടുത്തത്. അന്ന് ബോധമൊന്നും ഉണ്ടായിട്ട് കൊടുത്തതല്ല, അങ്ങനെ ആയിപ്പോയി. പക്ഷെ ഇന്ന് പകൽ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, എൻ്റെ ഈ ജീവിതം ഞാൻ എൻ്റെ കർത്താവിന് കൊടുത്തത് കൊണ്ട് ഞാൻ കൊടുത്തതിൻ്റെയൊക്കെ 10 മടങ്ങ് എനിക്ക് തിരിച്ചു തന്ന ഒരു ദൈവത്തെയാണ് ഞാനിന്ന് പകൽ പ്രസംഗിക്കുന്നത്. കൊടുക്കണം കേട്ടോ മക്കളെ, നിങ്ങളൊക്കെ ദൈവത്തിന് കൊടുക്കണം. കൊടുത്താൽ തിരിച്ചു തരും. എന്തോ കൊടുത്താലും തിരിച്ചു തരും. വെള്ളിയാഴ്ചയാ കൊടുത്തത്, ഞായറാഴ്ച തിരിച്ചു കൊടുത്തു. എങ്ങനെയാ കൊടുത്തത്? മഹത്വത്തോടാ തിരിച്ചു കൊടുത്തത്. യോസഫിൻ്റെ കൊച്ചുമക്കളുടെ ആരെങ്കിലുമൊക്കെ ഇപ്പോഴും അരിമത്യയിലുണ്ട്. ഈ 2 ദിവസം കഴിയുമ്പോൾ ഏറ്റവും തിരക്കുള്ളതെന്ന് പറയുന്നത് ആ അരിമത്യക്കാരൻ കൊടുത്ത കല്ലറയുടെ മുമ്പിലാ. കുരിശുമലയ്ക്കൊന്നും അത്രയും തിരക്കില്ല. എന്താ കാരണം? കർത്താവിന് ഒരുത്തം കൊടുത്താൽ ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓർപ്പിക്കുക, ഞരങ്ങിക്കൊണ്ടൊന്നും കൊടുക്കരുത്, നിർബന്ധത്താലൊന്നും കൊടുക്കരുത്, ആരെയും തൃപ്തിപ്പെടുത്താനും ഒന്നും കൊടുക്കരുത്. അവന്റെ മഹത്വത്തോടെ തിരിച്ചു തന്നിട്ടുള്ളത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ജീസസ്. 4 സന്തോഷം. അതല്ലല്ലോ എൻ്റെ വിഷയം. ഫിലിപ്പിയ ലേഖനത്തിലെ ലക്ഷ്യ ഞാനിന്ന് പോലെ പ്രസംഗിക്കുന്ന വിഷയം. 4 അധ്യായത്തിൽ 4 വിധ ലക്ഷ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. 1-ാമത്തെ ലക്ഷ്യം 1-ാം അധ്യായത്തിൽ പറയാം, ഇത് പർപ്പസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം. 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം പറയുന്നത് അല്ലേ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. For me living is Christ and dying is gain. എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ജീവിതമായാലും കൊള്ളാം, മരണമായാലും കൊള്ളാം, എനിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ക്രിസ്തു എന്നിലൂടെ മഹിമപ്പെടണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യം. ഞാൻ ആകാശത്തോട്ട് നോക്കി ഈ മുഷ്ടിയുദ്ധം നടത്തുന്നവനല്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ക്രിസ്തു. 2-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് പാറ്റേൺ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്ത്യ ജീവിതത്തിന്റെ സ്വഭാവം, ശൈലി. 2-ാം അധ്യായം 5-ാം വാക്യം, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താ ഭാവം? ക്രിസ്തുയേശുവിലുള്ള ഭാവം. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യരൂപമെടുത്തു. കനോസിസ് പാസേജ്, മനുഷ്യനായി. ലോകത്തിൽ 2 അപകടം. ഒന്ന്, മനുഷ്യരെല്ലാവരും ദൈവമാകുന്നു. മറ്റൊന്ന്, മനുഷ്യരെല്ലാവരും മൃഗാകുന്നു. 2 അപകടം. മനുഷ്യര് ബൈബിളിന് മാത്രമേ ഉള്ള ഒരു പ്രത്യേകതയായത്, 100 കൊല്ലം ഇതും കൊണ്ട് നടന്നാലും ഇത് ചുമന്ന ആരും ആരാകത്തില്ല.
ദൈവത്തില്ല. അയ്യോ, ഞാൻ സന്തോഷിക്കുക. കാരണം ഈ അടുത്ത സമയത്ത് അച്ഛാ ഡൽഹിക്ക് അടുത്ത് ഒരാൾ ദൈവത്തെ അറസ്റ്റ് ചെയ്തപ്പം 38 പേര് കൊല്ലപ്പെട്ടു. 5 സംസ്ഥാനങ്ങളിൽ 144 ഡിക്ലെയർ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഓർത്ത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള സകല ആൾ ദൈവങ്ങളെയും കൂടെ അറസ്റ്റ് ചെയ്താൽ സുനാമിയിൽ ഉണ്ടായതിൽ കൂടുതൽ ആൾനാശം ഇന്ത്യയിൽ ഉണ്ടാകത്തില്ലേ? മനുഷ്യർ ദൈവമാകുന്നത് ഭയങ്കര അപകട. അതുപോലെ ഒരു അപകട ഈ മനുഷ്യര് മൃഗാകുന്ന. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ, ഞങ്ങളുടെ തമ്പിച്ചാൻ പണ്ട് പ്രസംഗിക്കുമ്പോൾ പറയുന്നത്, കൊമ്പനാനെ പിടിയാനെ കുത്തിക്കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടില്ല, പൂവൻകോഴി പടക്കോഴിയെ കൊത്തിക്കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ പ്രസംഗിക്കുന്നത്. ഇതുപോലെ സത്യമല്ലേ? ജാതിയുടെ മതത്തിൻ്റെ ഒക്കെ പേരിൽ മനുഷ്യനെ കൊല്ലാൻ മടിക്കാത്ത ഒരു കലികാലം. മനുഷ്യര് ദൈവമാകുന്ന, മനുഷ്യര് മൃഗമാകുന്ന ആധുനിക ലോകത്തിൽ ഞങ്ങൾ ഒരാളെ പരിചയപ്പെടുത്തുക. ദൈവമായിരുന്നവൻ ആരായി? മനുഷ്യനായി. ഇത് തന്നെയാണ് ക്രിസ്ത്യാനിത്വം പഠിപ്പിക്കുന്നത്. 3 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞേച്ച് തറയിൽ കൂടെ നടക്കുന്ന നിങ്ങളെല്ലാം കൂടെ അന്തരീക്ഷത്തിൽ കൂടെ പോകണമെന്നൊന്നും ഞാൻ പറയത്തില്ല. എനിക്ക് പറയാനുള്ള ഒറ്റ സന്ദേശം, മനുഷ്യരാകണം, നല്ല മനുഷ്യരാകണം. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുന്ന, അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കുന്ന, എതിർക്കേണ്ടതിനെ എതിർക്കുന്ന, ബന്ധങ്ങളെ ബഹുമാനിക്കുന്ന നല്ല മനുഷ്യരായിട്ട് നമ്മൾ മാറണം. സ്തോത്രം. യഥാർത്ഥ മനുഷ്യത്വം. ഈ മനുഷ്യത്വത്തിന് ഒത്തിരി വില കൊടുക്കുന്നവരാണ് പെന്തിക്കോസുകാർ. യഥാർത്ഥ പെന്തിക്കോസുകാരുടെ പ്രത്യേകത, ദൈവവചനമായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് അവർ കള്ളം പറയത്തില്ല, അവർ കള്ളു കുടിക്കത്തില്ല, അവരതിരുമാന്തത്തില്ല, അവർ കോടതി കേസ് കൊടുക്കുക. നിങ്ങളാരും പെന്തിക്കോസിലല്ലേ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു അല്ലേ? സോണിച്ച അങ്ങനല്ലേ? സോണിച്ച റാന്നിയിലെ കുടിയേറ്റ കുടുംബത്തിൽ ജനിച്ച ഞങ്ങളൊക്കെ. അർത്ഥം എന്താണെന്നറിയാം? കുടിക്ക് ഒരു കുറവില്ലാത്തവരാ. എൻ്റെ അമ്മാച്ചന്മാരെന്നൊക്കെ പറഞ്ഞാൽ 1 തരം കുടിയന്മാരായിരുന്നു. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് സത്യമായിട്ട് ഈ കർത്താവ് സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ പൊന്നച്ചാ, ഇന്നൊരു അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കാര്യമാണ്, ഇന്നു വരെ ഞാനൊരു സിനിമാ കോട്ടടകത്ത് കയറിയിട്ടില്ല, ഞാനൊരു കള്ളും കുപ്പിയെ ഇന്ന് വരെ തൊട്ടിട്ടില്ല, ഒരു സിഗരറ്റ് ഞാൻ പിടിച്ചിട്ടില്ല. ഫെയ്ത്ത് സിറ്റിയിൽ ഒറ്റ മനുഷ്യൻ പോലും ഒന്നും സ്തോത്രം പറഞ്ഞില്ല. പറയത്തില്ലെന്ന് എനിക്കറിയാം. നിങ്ങളെ കൊണ്ട് സ്തോത്രം പറയിപ്പിക്കണേ. ഞാൻ ആരെയും കൊന്നേച്ച് സെൻട്രൽ ജയിലിൽ പോയി കിടന്നേച്ച് അവിടുന്ന് മാനസാന്തരപ്പെട്ട് വന്നാലേ നിങ്ങൾക്കിത് സാക്ഷിയോ ആകത്തുള്ളൂ. നിങ്ങൾ സ്തോത്രം ഞാനിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണല്ലോ ഞങ്ങളാരും ഒരിടത്തും ഒരു സാക്ഷ്യം പറയാം. സത്യത്തിൽ അതാണോ സാക്ഷ്യം അതോ ഇതാണോ സാക്ഷ്യം? നിങ്ങൾ പറ. ഞാൻ മക്കളോടൊക്കെ പറയാം, ഈ ദുഷ്ടതയുള്ള ലോകത്തിൽ അതിൻ്റെ ഒന്നും പുറകെ പോകാതെ അവന്റെ മഹിമ കണ്ട സാക്ഷികളായി ജീവിക്കുന്നതിനപ്പുറത്ത് സാക്ഷ്യമില്ലെന്ന അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഗലീലയിലെ ബെത്സയിദ ഗ്രാമക്കാരൻ, നഫ്താലി ഗോത്രത്തിൽ യോനയുടെ മകൻ, തിബിരിയാസ് കടൽക്കരയിലെ മീൻപിടുത്തക്കാരൻ, അന്ത്രയോസിന്റെ സഹോദരൻ, യാക്കോബിന്റെ യോഹന്നാന്റെ ഒക്കെ സഹപ്രവർത്തകൻ, സ്നാപക യോഹന്നാന്റെ കാലം മുതൽ ഏകദേഹത്തിന്റെ ശിഷ്യൻ, യേശു തന്റെ പ്രഥമ ദർശനത്തിൽ കേഫ എന്ന് പേര് വിളിച്ചവൻ, ഇന്ന് ഓട്ടം തീരാൻ തുടങ്ങുമ്പോൾ അയാൾ പറയുക, ഞങ്ങൾ പ്രസംഗിച്ചത്, ഞങ്ങൾ ഓടി നടന്നത്, ഞങ്ങൾ യാത്ര ചെയ്തത് ഊഹാഭോഗം കേട്ടല്ല, മുത്തശ്ശിക്കഥ കേട്ടല്ല, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട് സാക്ഷികൾ. സന്തോഷത്തോടെ പറയാൻ, അഭിമാനത്തോടെ പറയാൻ. ഇന്നലകളിൽ പോയ ജീവിതത്തെ കുറിച്ചല്ല നീ അഭിമാനത്തോടെ പറയേണ്ടത്. ഒരു ലക്ഷ്യമുണ്ട്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന്. നമ്മൾ നമ്മുടെ വീട്ടുകാരെ കുറിച്ചും നമ്മുടെ വീടിൻ്റെ പാരമ്പര്യം എന്നാ പാരമ്പര്യമാണ്. കർത്താവ് സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ പിന്നെ ഇതിനപ്പുറത്ത് എന്തോ നമ്മുടെ പാരമ്പര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽ ഫിലിപ്പിയ ലേഖനം നമ്മുടെ സാക്ഷിയാകട്ടെ. 1, ക്രിസ്ത്യ ജീവിതത്തിനൊരു ലക്ഷ്യം. 2, ക്രിസ്ത്യ ജീവിതത്തിനൊരു ശൈലി. 3, ക്രിസ്ത്യ ജീവിതത്തിന് അതാ നമ്മുടെ വിഷയം. പ്രൈസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, PRISD, പ്രൈസ്. ക്രിസ്തു ജീവിതത്തിന് എന്തോ ഉണ്ട്? സമ്മാനമുള്ളതായത്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് വേണ്ടി ആഞ്ഞും കൊണ്ട് വിരുതുണ്ടെന്ന് സമ്മാനം. 4 അധ്യായത്തിൽ പുള്ളി പറയുന്നത്,
പവർ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്ത്യ ജീവിതത്തിൽ വ്യാപരിക്കുന്ന ശക്തി. 4 അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിനകത്ത് അദ്ദേഹം എഴുതുക, ക്രിസ്ത്യ ജീവിതത്തിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും. എത്ര പേരുന്ന പകൽ ധൈര്യം പറ പ്രിയപ്പെട്ടവരെ, ചുമ്മാതിരിക്കാതെ ശബ്ദം ഉയർത്തി ഉറക്കെ പറ. ഏത് എരികോ മതിൽ എൻ്റെ മുമ്പിൽ ഉയർന്നു നിന്നാലും, ഏത് കാരാഗ്രഹത്തിനകത്ത് എന്നെ കൊണ്ടാക്കിയാലും, ഏത് സിംഹക്കുഴിക്കകത്ത് ഞാൻ ചെന്ന് പെട്ടാലും എൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ടെന്ന്. ഞാനിതും കൊണ്ട് ഇന്ന് മുഴുവൻ നിൽക്കാനുള്ള വക എൻ്റെ കയ്യിൽ കർത്താവ് തന്നിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഒറ്റ വാക്കിലേക്ക് പോകുന്നുള്ളൂ, ഞാനൊരു ലക്ഷ്യത്തിലേക്കാണ്. പിൻപിലുള്ളത് മറക്കണം, അത് കർത്തൃദാസൻ പറഞ്ഞു. മുൻപിലുള്ളതിന് ഒരു ലക്ഷ്യം, മുൻപിലുള്ള ഒരു ലക്ഷ്യം. സ്കോപ്പോസ് എന്ന ഗ്രീക്ക് വാക്ക. സ്കോപ്പോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ലക്ഷ്യത്തിലേക്ക്, ഗോൾ, എയിം, പർപ്പസ്. വിത്തൗട്ട് സ്കോപ്പോസ്, ലക്ഷ്യമില്ലാത്ത ക്രിസ്തു ജീവിതം അത് ഭയങ്കര അപകട. ലക്ഷ്യത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായി പഠിപ്പിച്ചിരിക്കുന്നയാൾ മൈൽസ് മൺട്രോയ. അദ്ദേഹം പറയുന്നത് ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് മരണമല്ല, ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് ലക്ഷ്യമില്ലാത്ത ജീവിതമാണ്. സ്തോത്രം. ഏറ്റവും വലിയ അപകട ലക്ഷ്യമില്ലാത്ത ജീവിതം. ഈ ചിലപ്പോഴൊക്കെ നമ്മളും അങ്ങ് ഒരു ലക്ഷ്യവും ഇല്ലാതെ ഇരുന്ന് പോവും, അത് സത്യമാണ്. പക്ഷേ അപ്പോഴാണ് ഇതുപോലുള്ള ഫാമിലി മീറ്റും സെമിനാറും ഒക്കെ വെച്ച് ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. ഞാൻ ലക്ഷ്യത്തിലേക്ക് ഓടണമെന്നൊക്കെ പറയുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യം കൂടെ നിങ്ങളോട് പറയണം. ഒരാൾ ഓടണമെങ്കിൽ ആദ്യം എന്താ ചെയ്യണ്ടേ? ആദ്യം എവിടാണോ ഇരിക്കുന്നതെന്ന് അവിടെ നിന്നൊന്ന് എഴുന്നേറ്റ് ഒരു ട്രാക്കിലേക്ക് വരണം, അല്ലേ? ഓടണമെന്നുള്ള ബോധത്തോടു കൂടെ ഒരു ട്രാക്കിലേക്ക് വരണം. സഭയുടെ ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് അങ്ങ് ഇരുന്നു പോയെന്നുള്ളതാണ് ഇന്നത്തെ ഒരു സത്യമായ യാഥാർത്ഥ്യം. വല്ലാതെ അങ്ങ് ഇരുന്നു പോയി, എവിടൊക്കെയോ നമ്മൾ എന്ത് ചെയ്തു പോയി? ഇരുന്നു പോയി. ഓടിയവരൊക്കെ തളർന്നിരുന്നു പോയി. സ്തോത്രം. ഇന്ന് പകൽ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ള സന്ദേശം ഒന്ന് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. എഴുന്നേൽക്കുക. ഇപ്പം എന്നോട് ഇനി എഴുന്നേൽക്കാൻ പറയേണ്ട കാര്യമില്ല, ഞാനിപ്പോൾ നിൽക്കുക, അല്ലേ? ആർക്കാ എഴുന്നേൽപ്പ് ആവശ്യം? ഇരിക്കുന്നവർ. ഓടുന്നതിന് മുമ്പ് ഒന്ന് എഴുന്നേൽക്കണം കേട്ടോ. സ്തോത്രം. ഇരുന്നുകൊണ്ട് ഓടരുത്. പലരുടെ ഏറ്റവും വലിയ അപകടം ഇരിക്കുന്നിടത്ത് ഇരുന്ന് എന്ത് ചെയ്യുക? ഓടുക. 38 കൊല്ലമായിട്ടൊക്കെ അവനവിടെ എല്ലാ ഡയറക്ഷനും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ എഴുന്നേക്കണം. പണ്ട് ഓടിയ പലരും ഇരുന്ന് പോയി എന്നുള്ളതും വേറൊരു സത്യമാണ്. മനുഷ്യൻ ഇരുന്നു പോകാൻ പല കാരണങ്ങളുണ്ട്. ജീവിതത്തിൽ കയറി വരുന്ന ദുരന്തങ്ങൾ മനുഷ്യനെ ഇരുത്തിക്കളയും, ചില മരണങ്ങൾ മനുഷ്യനെ ഇരുത്തിക്കളയും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കയറി വരുന്ന ചില മരണങ്ങൾ മനുഷ്യനെ എന്ത് ചെയ്ത് കളയും? ഇരുത്തിക്കളയും. ബിസിനസ്സിലൊക്കെ ഉണ്ടാകുന്ന ചില അപകടകരമായ അവസ്ഥകൾ ഇരുന്നു പോകും. അങ്ങനെ ഇരുന്നു പോയ 1-2 പേരെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഈ മലയാളം ബൈബിളിൽ അതത്ര കൃത്യമല്ല, ഇംഗ്ലീഷ് ബൈബിള് കൃത്യമാണ്. ഈ ഉൽപ്പത്തി 35:1 യാക്കോബിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഉൽപ്പത്തി 35:1 എന്താ പറയുന്നത്? യാക്കോബിനോട് പറയുന്ന ഒരു കാര്യമാണ്, എഴുന്നേറ്റ് ബഥേലിലേക്ക് പോകാം, അല്ലേ? മലയാളത്തിൽ പുറപ്പെട്ട് ബഥേലിലേക്ക്. പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്നത് അങ്ങനല്ല. ഇംഗ്ലീഷിൽ പറയുന്നത് എഴുന്നേറ്റ് പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാമെന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതായിരിക്കും സ്ക്രീനിൽ. എഴുന്നേറ്റ് പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം. എന്താ അങ്ങനെ എഴുന്നേക്കാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ 35:1 ഈ എഴുന്നേറ്റ് പോകാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി ഇരുന്ന് പോയെന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ദൈവം പറയാം, ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് പോകാൻ നോക്കരുത്, ഒന്ന് എഴുന്നേറ്റാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഒന്ന് ഇംഗ്ലീഷിലൊന്ന് വായിക്കാമോ? ഉൽപ്പത്തി 35:1 ആരുടെയും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വായിക്കാൻ. ഞാൻ ആ വാക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വായിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. God said to Jacob, arise, go up to Bethel, അല്ലേ? അത്രയേ ഉള്ളൂ. എഴുന്നേറ്റ്. God said unto Jacob, arise, go up to Bethel. എഴുന്നേറ്റ് എങ്ങോട്ട് പോവുക? ബഥേൽ. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ എന്ത് ചെയ്തു പോയി? നിങ്ങൾ എൻ്റെ കൂടെ വന്നേ. ഈ മനുഷ്യൻ എന്ത് ചെയ്തു പോയി?
അച്ഛ പറയച്ചാ ഇരുന്നു. എങ്ങനെ ഇരുന്നു പോയേ? അത് ഈ മനോരമ പത്രം ഞാൻ ഇപ്പോഴും വായിക്കും, നിരന്തരം വായിക്കുന്ന ഒരു പത്രം. വായിക്കുന്ന പത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു പത്രം വായിക്കാൻ തുടങ്ങിയിട്ട് ഒരു 30 വർഷത്തിൽ മേളിലായി. വായിക്കാൻ തുടങ്ങിയ കാലം മുതൽ അതിനകത്ത് ഒരു പരസ്യം ഇന്ന് വരെ ഒരു മാറ്റവും ഇല്ലാത്ത ഒരു പരസ്യമാണ്. അത് ഈ സൺഡേ സപ്ലിമെൻറ്റിനകത്ത് വരുന്ന ഒരു പരസ്യമാണ്. ഡിവോഴ്സ് കഴിഞ്ഞേച്ച് സെക്കൻഡ് മാരേജിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നവർ ഇടുന്ന ഒരു പരസ്യമുണ്ട്. കണ്ടിട്ടുണ്ടോ? അത് തൻ്റേതല്ലാത്ത, ഞാൻ വായിക്കാൻ തുടങ്ങിയ കാലം മുതൽ ആ പരസ്യത്തിന് ഒരു മാറ്റവും. സത്യത്തിൽ യാക്കോബ് അങ്ങനെ തന്നെയാണ്. തൻ്റേതല്ലാത്ത കാരണത്താൽ ഇരുന്നു പോയ ഒരു മനുഷ്യൻ. എവിടാ തുടങ്ങേണ്ടത്? ഉൽപ്പത്തി 28 തുടങ്ങണം. ഉൽപ്പത്തി 28:10 നമുക്കറിയാം, നിങ്ങൾക്കറിയാം, എഴുതിയെടുത്താൽ മാത്രം മതി. അമ്മയുടെ ഒരു ചെറിയ ബുദ്ധി. ഈ ചില അമ്മമാർക്ക് ചിലപ്പോൾ ഈ കുരുട്ടുബുദ്ധിയുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ പറയാറുണ്ട്, മക്കളെയെല്ലാം ഒരുപോലെ സ്നേഹിക്കണം. പാസ്റ്റർമാരും അമ്മമാരും അറിയേണ്ട കാര്യമാണ്, മക്കളെയെല്ലാം ഒരുപോലെ സ്നേഹിക്കണം. പാസ്റ്റർമാരുടെ കാര്യം ഞാൻ വിടുക, അത് ഞങ്ങളുടെ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിനൊക്കെ പറയേണ്ട കാര്യം. ഈ ചിലർക്ക് ഇച്ചിരി സ്നേഹം കൂടുതൽ, അത് അവർ വിളമ്പുമ്പോഴാണെങ്കിലും ഒരു 4 കഷ്ണം ഇറച്ചി ഒരു കൊച്ചിൻ്റെ പ്ലേറ്റിൽ കൂടുതൽ കാണും. പിന്നെ നെയ്മീനാണെങ്കിൽ അതിൻ്റെ തലയും വാലും ആ പെങ്കൊച്ചിന്, ഇടക്കഷ്ണം മാത്രം ചെറുക്കന്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അമ്മയുടെ ആ ചെറിയ ബുദ്ധിക്കകത്തുണ്ടായ അബദ്ധം. ഈ മോന് അവൻ ജനിച്ചു വിളന്ന വീട് നഷ്ടപ്പെടുക. പക്ഷെ അവിടെ അമ്മ ബോൾഡാ. അമ്മ പറയുന്ന കേട്ടോ, നീ ഒട്ടും പേടിക്കണ്ട, എൻ്റെ ആങ്ങളയുടെ വീട് അവിടെ ഉണ്ട്, നീ അങ്ങോട്ട് വെക്കൂ. ഈ ചിലരുടെ വേറൊരു കുഴപ്പമാണ്, സ്വന്തം വീടിനെക്കാട്ടി വലുത് അവർക്ക്. കണ്ടോ കരണ്ട് പോയ പോക്ക് കണ്ടോ? സ്വന്തം വീടിനെക്കാട്ടി വലുത് ആങ്ങളയുടെ വീടാണ്. എൻ്റെ പൊന്നെ, ആങ്ങളുടെയും പെങ്ങളുടെയും അമ്മാച്ചൻ്റെ ഒന്നും വീടല്ല ഏറ്റവും വലിയ വീട് ദൈവം നമുക്ക് തന്ന വീടാന്നുള്ള കാര്യം. അതിനെ കൈ ഉയർത്തിയത് ഇവരാ. ഇവിടുന്ന് കൈ ഉയർത്തിയതിനെക്കാട്ടി കാര്യമായിട്ട് ഇവിടുന്ന് കൈ ഉയർത്തിയത്. ആങ്ങളുടെ വീട്. ബുദ്ധി വളരുന്ന പ്രായത്തിൽ ഈ കൊച്ചനും ഇത് കേട്ടപ്പോൾ അവനും ആകെപ്പാടെ അങ്ങ് സന്തോഷിച്ചു. കാര്യം, അമ്മ വീട്ടിൽ പോവാന്ന് പറഞ്ഞ ആർക്കാ ഇഷ്ടമില്ലാത്ത? നിങ്ങളൊക്കെ എന്നാ എറണാകുളംകാരാ, നിങ്ങളാരും അമ്മ വീട്ടിൽ പോയിട്ടില്ലേ? അമ്മ വീട്ടിൽ പോയിട്ടില്ലാത്തവരൊന്ന് കൈ ഉയർത്തിക്കേ. ഇല്ല, അമ്മ വീട്ടിൽ പോയിട്ടുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തിക്കേ. കണ്ടോ, ഒരു 20 വയസ്സൂടെ കുറഞ്ഞു മുഖത്ത്. അപ്പം അമ്മയുടെ വീട് എന്തോ സന്തോഷമാണ്. അവിടെ പോയി കുറേ ദിവസമൊക്കെ താമസിച്ചു, ഭയങ്കര സന്തോഷം. ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് അമ്മാച്ചൻ്റെ തനി സ്വഭാവം വെളിപ്പെട്ടത്, അല്ലേ? ഉൽപ്പത്തി 31:55. അങ്ങനെ ഉറങ്ങിയിട്ടേ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ഉള്ളവർക്കെല്ലാം ചുമ്മനവും കൊടുത്ത് എല്ലാവരും കണ്ടോ, ലാബാൻ അധികാലത്ത് എഴുന്നേറ്റ് തൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ശേഷം അപ്പം ശരിക്കും യാക്കോബിന് മനസ്സിലായി, ഇപ്പം അമ്മയുടെ വീടും എന്ത് ചെയ്തു? പോയി. അപ്പൻ്റെ വീടും പോയി, അമ്മയുടെ വീടും പോയി. പുള്ളി ഓർത്ത്, എന്നാൽ പിന്നെ ഈ ഒരുത്തൻ്റെ ഔദാര്യം വേണ്ട, സ്വന്തമായിട്ട് ഒരെണ്ണം മേടിച്ചേക്കാം. മേടിച്ചു. ഉൽപ്പത്തി 33:18. യാക്കോബ് 16 നിന്ന് പുറപ്പെട്ടു വന്ന ശേഷം 33:18 വാക്യം. 16 കനാൻ ദേശത്തിലെ ശെഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി, പട്ടണത്തിനരികെ പാളയമടിച്ചു. അടുത്ത വാക്യം 19 വാക്യം. താൻ കൂടാരമടിച്ച നിലം ശെഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശ്. ഉണ്ടോ എറണാകുളത്ത് കളമശ്ശേരിക്ക് അടുത്ത് നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്ത് ഒരു നല്ല 10 സെന്റ് സ്ഥലം മേടിച്ച് അന്തസ്സായിട്ട് ഒരു വീട് വെച്ചു. എന്നിട്ട് ബാബു പാസ്റ്റർ എല്ലാവരെയും ഫേസ് സിറ്റിയിലുള്ള ദൈവാർത്ഥന്മാരെ എല്ലാം വിളിച്ച് എന്ത് ചെയ്തു? ഡെഡിക്കേഷനും നടത്തി. എന്നിട്ട് യാഗവീടൊക്കെ ഡെഡിക്കേഷൻ എല്ലാം കഴിഞ്ഞ് പിന്നെ അവളെ മഹാരാജാസി പഠിപ്പിക്കാനും ചേർത്തു. അങ്ങനെ അവൾ പഠിക്കുമ്പോൾ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. ഞാൻ സാധാരണ നാട്ടിൽ വളരെ കുറവാണ് ഈ യാത്ര പലപ്പോഴും ചെയ്യുന്നുണ്ട്. പിള്ളേരുടെ കൂടെ കിട്ടുന്ന സമയം വളരെ ചുരുക്കം. ഇനിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും അവരെ കൊണ്ട് പോകാറുണ്ട്. ഇങ്ങനെ യോത്തിനാണ് കേട്ടോ, അതുകൊണ്ട് അവന്മാർ വരത്തുമില്ല. ഇന്നിപ്പം വാഗവണ്ണാന്നും പറഞ്ഞാണ് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് യോഗമാണ്. ലോകം മുഴുവൻ ഞങ്ങളുടെ കൂടെ വന്നാലും
എൻ്റെ തിരിച്ചായ ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ കാരണം എന്നാണ്. ഞങ്ങളുടെ കൂടെ വന്നാൽ ഇവർക്കത് ടൂറല്ല. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പോയാലേ എന്താകത്തുള്ളൂ. അതിൻ്റെ കാരണം എന്നാന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അങ്ങനൊരു ടൂർ പോക്ക്. മക്കളെ, ആവശ്യമില്ലാത്ത ടൂറൊന്നും പോകരുത്. അപ്പൻ്റെ അമ്മയുടെ അനുവാദം ഇല്ലാത്തതും അപ്പൻ്റെ അമ്മയുടെ ഇഷ്ടമില്ലാത്തതുമായ ടൂറൊക്കെ വലിയ അപകടമാണെന്ന് ജീവിതത്തിൽ തിരിച്ചറിഞ്ഞോണം. അതിപ്പോഴേ ഞാനീ പറയുന്നതൊക്കെ വലിയ സ്വോത്രം പറയാൻ പറ്റിയ വകുപ്പൊന്നുമല്ല ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്നത്, ഞാൻ ഈ ഒരു 5-6 വർഷം ഈ പവർഷിലിൽ വരുന്ന ആളുകളെ, അവരാ എൻ്റെ വിശ്വാസികൾ. അന്നേരം അവിടെ വരുന്ന റിയാക്ഷൻസ് കൂടാ ഞാൻ ഈ പ്രസംഗിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത ടൂറൊക്കെ പോകൽ ഭയങ്കര അപകട. അയ്യോ, എന്തൊരു കഷ്ട. പെന്തിക്കോസുകാരുടെ പിള്ളേർ എത്ര എണ്ണ ഈ അവധിക്കാലത്ത്. ഇന്നലെ എന്താണ്ട് അവിടെ എവിടെ നമ്മുടെ തലവടിക്കടുത്ത് ഒരു കുഞ്ഞ് 2 മാസം മുമ്പ് ഞങ്ങളുടെ സെൻട്രൽ ഒരെണ്ണത്തിന് അടക്കിയതേ ഉള്ളൂ. എൻ്റെ പൊന്നുമക്കളെ, ദൈവീയത് പോകല്ലേ. അപ്പൻ്റെ അമ്മ അറിയാതെ, നീന്തും അറിയാതെ ഏതേലുമൊക്കെ കുഴിക്കകത്ത് പോയി ചാടിയേച്ച് അപകടം പറ്റരുതേ. എല്ലാം സാത്താൻ്റെ കൈ കൊടുക്കരുത്. നമ്മുടെ ബുദ്ധിമോശവും അപകടത്തിന് കാരണമാകരുത്. ചെന്നുപെട്ട ഒരു പടിയിൽ ഈ പ്രശ്നത്തിനകത്തൊന്ന് ഊരി വരാൻ പറ്റുമോ? അപ്പനത് അറിയിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ കുരുത്തം കെട്ട 2 ആമ്പിള്ളാർ അവന്മാർ ചെന്നേച്ച് നാട്ടിലുള്ള 2 എണ്ണത്തിനെ തല്ലിക്കൊന്നു. നാട്ടുകാരനുമായിട്ട് വരത്തം വന്ന് വഴക്കുണ്ടാക്കിയ നാട്ടുകാർ വെച്ചേക്ക് വെച്ചാ നാട്ടുകാരെല്ലാം കൂടെ ഇളകി യാക്കോബ് അങ്ങ് സ്റ്റക്കായി ഇരുന്നു പോയി. അങ്ങനെ ഇരിക്കുന്ന യാക്കോബിനെ ഉൽപ്പത്തി 35:1 ദൈവം വിളിച്ചു ചോദിക്കുക, എടാ ഏത് പ്രശ്നത്തിലാടാ നീ ഇരിക്കുന്നത്? നീ ഒന്ന് എഴുന്നേക്കടാ. പറയാ, എഴുന്നേക്കാൻ പറ്റുന്ന സ്ഥിതിയല്ല, എഴുന്നേക്കാൻ പറ്റുന്ന സ്ഥിതിയല്ല. ഇരുത്തിക്കളഞ്ഞു. പക്ഷെ ഇന്ന് പകൽ എനിക്കൊരു ദൂത് നിന്നോട് പറയാനുണ്ട്. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ, വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ചോ. നിന്നെ നിവർത്താനും നിന്നെ എഴുന്നേൽപ്പിക്കാനും ദൈവം ക്രമീകരിച്ചിരിക്കുന്ന മീറ്റിംഗ് ഫെയ്ത്ത് സിറ്റിയുടെ ഫാമിലി സെമിനാർ. എന്തോ നിങ്ങളോട് സംസാരിക്കണമെന്ന് ഞാൻ ദൈവത്തോട് യോജിച്ചപ്പോൾ എന്നോട് ദൈവാത്മാവ് ശക്തമായി ഇടപെട്ട ഒരു ദൂതാ ഞാൻ പറയുന്നത്. എലിവില്ലിനകത്ത് അകപ്പെട്ടതുപോലെ ഊരാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുടെ അകത്ത് ഇരുന്നു പോയ ചില മനുഷ്യർ ഇന്ന് പകലെന്നെ കേൾക്കുന്നുണ്ട്. നിന്നെ എഴുന്നേൽപ്പിക്കാ. ഈ കൂട്ടായ്മയുടെ അകത്തു വന്നപ്പം ഊരാൻ വയ്യാത്ത ഊരാക്കുടുക്കിനകത്തുനിന്ന് ദൈവം അത്ഭുതത്തിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം കര ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മറ്റുള്ളവർക്കൊരു സാക്ഷിയാകട്ടെ. അതേത് ഊരാക്കുടുക്കാണേലും ഇന്ന് പകൽ ദൈവം അത് അഴിക്കും. എനിക്കൊരു ഭയങ്കര ആത്മനിയോഗം കർത്താവ് തരുന്നുണ്ട്. ഇന്ന് പകൽ വരെ അഴിയാത്ത ചില ഊരാക്കുടുക്കുകളെ സ്വർഗത്തിലെ ദൈവം അഴിക്കാൻ പോവുക. വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ചോ. ശക്തമേറെ ദൈവസാന്നിധ്യം ഞാൻ ഇവിടെ കാണുക. അത് കടഭാരമാകട്ടെ, കുടുംബ പ്രശ്നമാകട്ടെ, രോഗമാകട്ടെ, നിന്നെ ഒതുക്കി ഇരുത്തിയിരിക്കുന്നതിനകത്തുനിന്ന് സഭാപ്രസംഗി 28 കാലത്തെ പഠിച്ച മനുഷ്യനാ. 28 കാലത്തെ പഠിച്ചേച്ച് അയാൾ 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഒരനുമാനത്തിലെത്തി. ഉണ്ടായിരുന്നതെല്ലാം ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞതെല്ലാം ചെയ്യുവാനുള്ളതുമാകുന്നു. സൂര്യന് കീഴിൽ പുതുതായിട്ട് യാതൊന്നുമില്ല. There is nothing new under the sun. ഇത് അൾട്ടിമേറ്റ് ഫോം ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് സൂര്യനാ. സൂര്യവട്ടത്ത് ജീവിതത്തെ നോക്കിയ മനുഷ്യൻ പറയുക, പുതുതായിട്ട് യാതൊന്നുമില്ല. ജീവിതത്തിലെല്ലാം റിപ്പീറ്റ് ചെയ്യുക.
സൈക്കിളുകളെല്ലാം റിപ്പീറ്റഡാ. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചേച്ച് 11-ലോട്ടല്ല കയറിയത്, പിന്നെ 1-ലോട്ട് തന്നെ വന്ന് കയറിയിരിക്കുക. സൈക്കിളുകളെല്ലാം റിപ്പീറ്റഡ് ഇല്ല. 38 കൊല്ലമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന നിന്റെ ജീവിതത്തിന്റെ സൈക്കിളിനെ തിരിക്കാൻ ഇന്ന് പകൽ ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേരാ യേശു. ഉറക്കെ വിളിക്ക്, 2 കരം ഉയർത്തി ഉറക്കെ വിളിക്ക്, യേശുവെന്ന് വിളിക്ക്. 18 കൊല്ലമായിട്ട് കൂനിപ്പോയ ഒരു സ്ത്രീ, അവള് വിചാരിക്കുക ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച കാണത്തില്ല. എൻ്റെ കണ്ണുകൊണ്ട് ഉയർച്ച കാണാൻ പറ്റത്തില്ല. എൻ്റെ കണ്ണ് നക്ഷത്രങ്ങളെ കാണാൻ പറ്റുന്ന കണ്ണല്ല. എൻ്റെ കണ്ണ് സൂര്യനെ കാണാൻ പറ്റുന്ന കണ്ണല്ല. എൻ്റെ കണ്ണ് താഴ്ച കാണാൻ വിധിക്കപ്പെട്ട കണ്ണ ഇല്ല. നിന്റെ കണ്ണ് താഴ്ച കാണാൻ വിധിക്കപ്പെട്ട കണ്ണല്ല. ഇന്ന് പകൽ താഴ്ച കാണുന്ന നിന്റെ കുടുംബത്തെ നോക്കിക്കൊണ്ട്, ശൂന്യത കാണുന്ന നിന്റെ കുടുംബത്തെ നോക്കിക്കൊണ്ട് ഞാൻ ആത്മാവി പ്രവചിക്കുക, നിന്നെ ഉയർത്താൻ ഈ പകൽ. ഒടിഞ്ഞ് അസ്ഥി പിടിച്ചു വെക്കുന്നത് പോലെ ഇന്ന് പകൽ കൂനിയിരിക്കുന്ന ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് തൊട്ടോണ്ടിരിക്കുന്നത് ഞാനിവിടെ വെളിപ്പാടി കണ്ടോണ്ടിരിക്കുക. This is your time. എഴുന്നേക്കടാ. ഇല്ലടാ, ഇരിക്കണ്ട, നീ എഴുന്നേക്ക്. ഈ പ്രശ്നത്തിനകത്തുനിന്ന് ഞാൻ നിന്നെ എഴുന്നേപ്പിക്കും. ഇന്നേക്ക് 20 വർഷം മുമ്പ് നീ നിന്റെ അപ്പന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോ ഞാൻ തുറന്നിട്ട് ഒരു വീട് ഇപ്പോഴും ബദേലി കിടപ്പുണ്ട്. നീ അങ്ങോട്ട് പോ. നിന്റെ ജീവിതം തിരിയാൻ പോവുക. നിന്റെ അപ്പന്റെ വീട്ടിൽ നിന്റെ ജീവിതം തിരിഞ്ഞില്ല. നിന്റെ അമ്മയുടെ വീട്ടിൽ നിന്റെ ജീവിതം തിരിഞ്ഞില്ല. നിന്റെ സ്വന്തം വീട്ടിൽ നിന്റെ ജീവിതം തിരിഞ്ഞില്ല. പക്ഷെ ഇന്ന് പകൽ തിരിയാത്ത നിന്റെ ജീവിതത്തെ തിരിക്കാൻ ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബദലുണ്ട്. അങ്ങോട്ട് കയറി വരുന്ന എത്ര ദൈവമക്കൾ! പരിശുദ്ധാത്മാവ് തൊടും, പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കും. എനിക്ക് ഭയങ്കര ദൈവസാന്നിധ്യത്തിൽ അത് മനസ്സിലാകുന്നു. ഇന്ന് പകൽ കർത്താവിനെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോവാ. പ്രത്യേകിച്ചും കുരുങ്ങിക്കിടക്കുന്ന ചില ബിസിനസ്സുകളുടെ അകത്ത് ഒതുങ്ങിപ്പോയ ചിലതിനെ ഇന്ന് നിനക്ക് വേണ്ടി ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന ദിവസം. ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ചോ. എങ്ങനെയൊക്കെ ദൈവത്തെ സ്തുതിക്കാവോ അങ്ങനെയൊക്കെ ദൈവത്തെ സ്തുതിച്ചോ. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുക. എനിക്ക് ഒരു കാര്യം കൂടി ഇവിടുന്ന് പറയണം. ഇതുപോലെ സെയിം ഒരു വാക്യ യോശുവ 1:1. ഇരുന്നു പോയൊരു മനുഷ്യനാ. ഇരുന്ന് പോയത് മോശയുടെ മരണം നിമിത്തമാണ്. അവനെയും ദൈവം വിളിച്ചു 3 കാര്യമാണ് പറയുന്നത്. എറൈസ്, ക്രോസ് ഓവർ, ദെൻ എൻ്റർ. എഴുന്നേൽക്കുക, കടക്കുക, കൈവശമാക്കുക. സ്തോത്രം. ഇരുന്നു പോയി. എഴുന്നേൽക്കുക, കടക്കുക, കൈവശമാക്കുക. പുറപ്പാട് 3 മുതൽ ആവർത്തനം 34 വരെയുള്ള മോശയുടെ ശുശ്രൂഷ കാലഘട്ടം. ആ കാലം കഴിഞ്ഞേച്ച് നിയോഗിക്കപ്പെട്ടിരിക്കുക. പക്ഷെ ഇരുന്നു പോയി. അങ്ങനൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. യോശുവയുടെ ചരിത്രം ഇച്ചിരി കൂടെ ഒന്ന് ആഴത്തിൽ പഠിക്കണം. ഞാൻ ഈ റാന്നിക്കാരനായ ഉദ്ദേശിയായതുകൊണ്ട് എനിക്ക് ബന്ധം പ്രസംഗിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഉൽപ്പത്തി 48:17. അബ്രഹാം, ഇസാക്ക്, യാക്കോബ്. യാക്കോബിന് ഏറ്റവും പ്രിയപ്പെട്ട മകൻ യോസഫ്. യോസഫിന് 2 ആമ്പിള്ളാർ. ആരൊക്കെയാ? എഫ്രീമും മനശ്ശെ. മൂത്തതാരാ? മനശ്ശെ. ഇപ്പുറത്ത് എഫ്രീം. അപ്പച്ചൻ്റെ അടുക്ക അനുഗ്രഹം മേടിക്കാനായിട്ട് 2 പേരെയും യോസഫ് കൊണ്ട് നിർത്തിരിക്കും. അപ്പച്ചൻ എന്നെ എടുത്തു, വലത്തെ കൈയെടുത്ത് ആരുടെ മേലെ വെക്കണ്ടേ? മനുഷ്യരുടെ മേലെ വെക്കണ്ടേ? പക്ഷേ എന്നെ എടുത്തു യോസഫിൻ്റെ മോനായ എഫ്രീമിൻ്റെ മേൽ വെച്ചു. ഇടത്തെ കൈ എടുത്ത് ഇപ്പുറത്ത് മനുഷ്യടെ വെച്ചു. അപ്പം യോസഫിന് തോന്നി അപ്പച്ചൻ അബദ്ധം പറ്റിയാന്ന്. യോസഫ് കൈ പിടിച്ചു പറഞ്ഞു, അപ്പച്ചൻ ഇങ്ങനല്ല. അപ്പച്ചൻ പറഞ്ഞല്ലടാ, അബദ്ധത്തിൽ ചെയ്തതല്ല. അവരൊരു ജാതിയൊക്കെ ആകും മനുഷ്യ.
പക്ഷെ അവനെക്കുറിച്ചുള്ളതിനേക്കാൾ വലിയൊരു പദ്ധതി എനിക്കിവനെക്കുറിച്ചുണ്ട്. വല്യപ്പൻ്റെ അനുഗ്രഹമൊക്കെ കിട്ടി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മനുഷ്യൻ തൊട്ടാൽ ജീവിതം മാറുമോ? നോ, നെവർ, ഒരിക്കലുമില്ല. ഏറ്റവും വലിയ തെളിവ് എഫ്രൈമിൻ്റെ ജീവിതം. ഞാൻ എഫ്രൈമിൻ്റെ ഒരു ജീനിയോളജി ഒന്ന് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാവേ, നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് വരണം. ഇപ്പം തീർന്നില്ല, വൈകിട്ടേലും ബാക്കി പറഞ്ഞ് തീർക്കണം. 1 ദിനവൃത്താന്തം 7:20 ഒന്ന് വായിച്ചു നോക്കിക്കേ. 7:20 എഫ്രൈമിൻ്റെ ചരിത്രം നമുക്കൊന്ന് നോക്കാം. 7:20 മുതൽ. എഫ്രൈമിന്റെ പുത്രന്മാർ ശുദേലാഹ്, അവന്റെ മകൻ ബേരേദ്, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ ഏലാദ, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ സാബാദ്, അവന്റെ മകൻ ശുദേലാഹ്, ഏസേർ, ഏലാദ. ഇവർ ആ ദേശവാസികളായ ഗാത്യരുടെ കന്നുകാലികളെ അപഹരിപ്പാൻ ചെന്നതുകൊണ്ട് അവർ അവരെ കൊന്നുകളഞ്ഞു. അവരുടെ പിതാവായി എഫ്രൈം ഏറെ നാൾ വിലപിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പാൻ വന്നു. പിന്നെ അവൻ തൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിച്ചതുകൊണ്ട് അവന് ബെരിയാവ് എന്ന പേർ വിളിച്ചു. ഞാൻ കുറേ നേരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എവിടുന്നാണ് ഈ വായിക്കുന്നതെന്ന്. എന്താണെങ്കിലും ഈ വായിച്ചത് ഇവിടെ അല്ലേ. ഈ ആൻറ്റിയുടെ അടുക്കൽ നിങ്ങളുടെ പിള്ളേരെ മലയാളാക്ഷരം പഠിപ്പിക്കാൻ വിട്ടാൽ നല്ലതാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വായിച്ചിട്ടുണ്ട്. ഈ വായിച്ചതിനകത്തുനിന്ന് മനസ്സിലായോ എഫ്രൈമിന് എത്ര പിള്ളേരുണ്ടെന്ന് മനസ്സിലായോ? പറയാമോ? ഇപ്പം ഇനിയും വായിക്കണ്ട. ഞാനൊരു 4 മണിക്കൂർ വായിച്ചാണ് വന്നത്, അതുകൊണ്ട് ഇപ്പം വായിക്കണ്ട. ചിലർ ഇത് ആദ്യമായിട്ട് കാണുമായതുകൊണ്ട് വായിക്കുമ്പോൾ ഒരു ആവേശം തോന്നും. ഇങ്ങനെ ഈ 2 കുഴപ്പം പെന്തിക്കോസുകാർക്കുണ്ട്. നിങ്ങൾക്കതില്ല, എന്നാലും ഞാനത് പറയാം. ഈ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ചിലരുണ്ട് ഞങ്ങളുടെ പ്രസംഗം അനുഗ്രഹിക്കപ്പെടാനായിട്ട് അന്നേരം അങ്ങ് കണ്ണടച്ച് പ്രാർത്ഥിക്കും. ഞാൻ അവരോട് പറയും, നിങ്ങളാരും പ്രാർത്ഥിക്കണ്ട, കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയേച്ച എന്ത് ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രസംഗം നടക്കുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് എന്ത് ചെയ്യണ്ട, പ്രാർത്ഥിക്കണ്ട. പിന്നെ യോഗ കഴിഞ്ഞപ്പോഴും ഓർക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് എന്ത് ചെയ്താൽ മതി, ഓർക്കുമ്പം പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ വായിക്കുന്ന കാര്യം. ഞാനതുകൊണ്ട് സ്വാഭാവികമായിട്ട് കൂടുതൽ ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു വിടത്തുള്ളൂ. ആദ്യമായിട്ടൊക്കെ കാണുമ്പം ഈ ചാപ്റ്ററൊക്കെ ആദ്യമായിട്ട് കാണുന്നതല്ലേ, അന്നേരം ഇതെന്താണെന്നറിയാൻ ഒരു ആകാംക്ഷ ഇങ്ങനെ പെട്ടെന്ന്. അതുകൊണ്ട് മേളിലോട്ടും താഴോട്ടും ഒക്കെ ഇത് വായിക്കും. അന്നേരം മനസ്സിലാകേണ്ടത് പലതും എന്ത് ചെയ്യത്തില്ല, മനസ്സിലാകത്തില്ല. ഇങ്ങോട്ട് പോരാ. അപ്പം എഫ്രൈമിന് എത്ര മക്കളാണെന്നുള്ളതാ ഞാൻ ചോദിച്ചു. എഫ്രൈമിന് ഞാൻ പറയാൻ പോവാ, ശ്രദ്ധിച്ച് കേട്ടോണം. തെറ്റാണേലും ഇപ്പം ശാന്തമായിട്ട് കേൾക്കുക. പിന്നെ സിനിച്ചാൻ്റെ കയ്യിലോ ബാബുച്ചാൻ്റെ കയ്യിലോ എൻ്റെ നമ്പറുണ്ട്. വിളിച്ചാൽ ജീവിതകാലത്ത് ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ എടുക്കത്തില്ല. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ തെറ്റാണെങ്കിൽ മാത്രം ഇട്ടാൽ ഞാൻ കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, എഫ്രൈമിന് 4 ആൺപിള്ളേർ. ആരൊക്കെ? ഒന്നാമത്തവൻ്റെ പേര് ശൂതലേഖ്, രണ്ടാമത്തവൻ്റെ പേര് ഏസർ, മൂന്നാമത്തവൻ്റെ പേര് എലേഥ, നാലാമത്തവൻ്റെ പേര് ബെരിയാവ്. അപ്പം പാസ്റ്ററെ പിന്നെ കുറേ പിള്ളേരുടെ പേര് പറഞ്ഞത്, അത് ശൂതലേഖിൻ്റെ 6 മക്കളുടെ പേര് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശൂതലേഖ് മൂത്തവനായ എഫ്രൈമിൻ്റെ മൂത്തമോൻ. അവൻ്റെ നേരെ മക്കൾ 6 പേര്. ശൂതലേഖ്, അവൻ്റെ മകൻ ബേരദ്, അവൻ്റെ മകൻ തഹത്ത്, അവൻ്റെ മകൻ എലേഥ, അവൻ്റെ മകൻ തഹത്ത്, അവൻ്റെ മകൻ സബാത്ത്, അവൻ്റെ മകൻ ശൂതലേഖ്. ആ ചാപ്റ്റർ അങ്ങ് മറിച്ചു. ശൂതലേഖും 6 പിള്ളേരും. ഓക്കെ, ശരി. ശൂതലേഖിൻ്റെ നേരെ അനിയൻ്റെ പേര് ഏസർ, അവൻ്റെ അനിയൻ്റെ പേര് എലേഥ. എന്താ ഈ ഏസറിൻ്റെ എലേഥയുടെയും പ്രത്യേകം? ട്വിൻസാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, പക്ഷെ തെളിവില്ല. എന്നാലും വലിയ പ്രായ വ്യത്യാസമില്ല. എന്താ ഇവന്മാരുടെ ജോലി? ഇവരുടെ ജോലി എന്ന് പറയുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്, അവരാ ദേശനിവാസികളായ ഗത്യരുടെ കന്നുകാലികളെ. അപ്പം എന്താ ജോലി? അത് തന്നെ മോഷണം. ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? വല്യപ്പൻ കൈവച്ചാൽ, അല്ലെങ്കിൽ ഈ പദവി കൂടുന്നതിനനുസരിച്ച് അപകടം കൂടും. ചില വീട്ടുകാരൊക്കെ പറയാറുണ്ട് ഞങ്ങൾ ഇന്നിടത്തെയാണ്. എൻ്റെ പൊന്നെ, അതുപോലെ ഒരു അപകടം പിടിച്ച ശാപം എന്ന് പറഞ്ഞ് വേറെ ഒന്നുമില്ല. സ്തോത്രം. പദവി കൂടുന്നതിനനുസരിച്ച് പരാജയം
വല്യപ്പൻ കൈവച്ച് അനുഗ്രഹിച്ചതാ. ഇപ്പൊ പണി മോഷണ. ഹോൾസെയിൽ കച്ചവടത്തിന് പോയ കൂട്ടത്തിൽ ഗത്യരുടെ കന്നുകാലികളെ അപഹരിക്കാൻ ചെന്നപ്പം ഗത്യരവരെ കൊന്നുകളഞ്ഞു. അപ്പനേറി ട്രോമയ്ക്കകത്ത് പോയി. ആരാ ട്രോമയ്ക്കകത്ത് പോകാത്തത്? അൺഎക്സ്പെക്റ്റഡ് ലോസ്, അപൂർവമായി സംഭവിച്ച അപകടം. അപ്പൻ ഇരുന്നു പോയി, ട്രോമയ്ക്കകത്തായിപ്പോയി. അങ്ങനെ ഇരുന്നു പോയ അപ്പൻ്റെ തലമുറ, ദൈവത്തിന് സ്തോത്രം. ഈ അപ്പൻ ഇരുന്നു പോയപ്പം, അല്ലെങ്കിൽ ഈ ദുരന്തത്തിന് 5 വശങ്ങളുണ്ട്, ശാപത്തിന് 5 വശമുണ്ട്. ഒന്ന്, ജനറേഷണൽ കേഴ്സസ്, തലമുറയിൽ നിന്ന് തലമുറയിലേക്ക്. 2, ജോഗ്രഫിക്കൽ കേഴ്സസ്, ദേശത്തിൻ്റെ ശാപം. 3, ട്രോമ ബേസ്ഡ്, ദുരന്തങ്ങൾ നിമിത്തമുണ്ടാകുന്ന ശാപം. 4, സിൻ ബേസ്ഡ്, പാപം നിമിത്തമുള്ള ശാപം. 5, സ്പോക്കൺ വേർഡ് കേഴ്സസ്, വാക്കുകൾ കൊണ്ടുള്ള ശാപം. 5ഉം പഠിക്കേണ്ടതാ. 5ഉം തീരുന്ന ഒരു സ്ഥലം ഞാൻ വൈകിട്ട് പരിചയപ്പെടുത്തും. അതെൻ്റെ കർത്താവ് ആണിപ്പാട് കൊണ്ട് സഹിച്ച കാൽവറി ക്രൂശ. അവിടെ തീരാത്ത ഒരു ശാപവും ഇല്ല. നമുക്ക് അങ്ങോട്ടൊക്കെ വരണം. സ്തോത്രം. ദുരന്തത്തിനകത്ത് ഇരുന്നു പോയി. എഫ്രൈമിന്റെ സഹോദരന്മാരെ ആശ്വസിപ്പിക്കാൻ വന്നു. കൂട്ടത്തിൽ മനശ്ശൻ വന്നു കാണും അല്ലേ? ഉറപ്പാ. മനശ്ശൻ വന്ന് ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞു ഇല്ല. മനസ്സിൽ പറഞ്ഞു. മലയാളിയുടെ ഒരു ചെറിയ സ്വഭാവയിലും ഇല്ലേ? പറഞ്ഞു. അപ്പോഴേ ഞാൻ ഓർത്തതാ, വല്യപ്പൻ്റെ എല്ലാം വക്രിച്ച് ഉണ്ടായിരുന്ന അനുഗ്രഹം എല്ലാം മേടിച്ചപ്പോഴേ ഞാൻ ഓർത്തതാ ഇങ്ങനൊക്കെ ഇത്. ചിലര് ഈ സ്വത്ത് കിട്ടിയില്ലെങ്കിൽ അവരങ്ങ് കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഭയങ്കരമായിട്ട് മുറുമുറുക്കും. ഞാൻ പറയുന്നത് സ്വത്തിന് വേണ്ടി പിടിക്കുന്നതിനെക്കാട്ടി വലിയ അപകടമാണ് അത് വിട്ടേച്ചുള്ള ഈ. ഒന്ന് സന്തോഷത്തോടെ ഒന്ന് ഇരുന്നേച്ച് പറ. ശരിക്കും എഫ്രൈം ഇരുന്നു പോയി. ആശ്വസിപ്പിക്കാൻ വന്ന സഹോദരന്മാർ. പിന്നെയും ഭാര്യയുടെ അടുക്ക ചെന്നു. ഒരു കുഞ്ഞുണ്ടായി. കുടുംബത്തിന് അനർത്ഥം ഭവിച്ചതുകൊണ്ട് മോന് 4-മത്തവന് പേരിട്ടു. എന്താ? ബെരിയാവ്. ബെരിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ആക്സിഡന്റ്. സ്വന്തം മക്കൾക്ക് അപകടമെന്ന് പേരിടുന്ന അപ്പനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാ ശാപം കയറിയാ പിന്നെ വായി വരുന്നതല്ല. എന്താ? പേര. ഇരുന്നു പോയി. പക്ഷെ ആ കുടുംബത്തെ ദൈവം സ്പർശിക്കുക. എനിക്കിന്ന് പകൽ ഇവിടുന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കണം. ഏത് ശാപത്തിനകത്ത് നീ ഒതുങ്ങിപ്പോയതാണേലും ഇന്ന് പകൽ സ്വർഗം നിന്നെ തൊടും. നിന്റെ തലമുറയിലൂടെ ദൈവം നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നത്. നീ ആപത്തിന് പ്രസവിച്ചതല്ല. എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വാസമുണ്ട്? എൻ്റെ കുഞ്ഞിനെ ദൈവം തൊടുവെന്ന് ഉറപ്പുള്ളവരൊക്കെ ദൈവത്തെ സ്തുതിക്കുക. കുഞ്ഞെ, നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഇരുന്നു പോയ നിന്റെ അപ്പൻ്റെ അമ്മയുടെ കുടുംബത്തെ എഴുന്നേൽപ്പിക്കാൻ ദൈവം നിയോഗിച്ച ഒരു തലമുറയാ നീ. ഓ, എനിക്ക് അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യത്തിൽ ഇച്ചിരി നേരം ഒന്ന് നിൽക്കണം. 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അവൻ്റെ മകൾ ശേര, അവൾ താഴത്തെയും മേലത്തെയും ബെത്ഹോരോനും ഉസ്സയേൽ ശേരയും പണിതു. സാധാരണ അവൻ്റെ ചരിത്ര ബൈബിളിൻ്റെ ജീനിയോളജി അല്ലേ ചാ? അവൻ്റെ ചരിത്രം, ആമ്പിള്ളാരുടെ ചരിത്രം. പക്ഷെ ഇവിടെ ഒരു പെങ്കൊച്ച് കയറി വരിക. അവളുടെ പേര് ശേര. അവൾ എന്തോ എടുത്തു? ഉറക്കെ പറയാണ്ടി. അവള് താഴത്തെയും മേലത്തെയും ബെത്ഹോരോനും ഉസ്സയേൽ ശേരയും. പറ, ശബ്ദം ഉയർത്തി പറ. നിന്റെ തലമുറ പൊളിക്കുന്ന തലമുറയല്ല, നിന്റെ തലമുറ പണിയുന്ന തലമുറയാ. ഈ പകൽ ആത്മാവി പറയാൻ എത്ര പേരുണ്ട്? ഞാൻ ആപത്തിന് പ്രസവിച്ചതല്ല. എൻ്റെ തലമുറ കർത്താവിൽ പ്രസിദ്ധരാകും. എൻ്റെ തലമുറ ലോകത്തിൽ ഉന്നതരാകും. എൻ്റെ തലമുറ ഈ തലമുറയെ സ്വാധീനിക്കുന്ന ദൈവമനുഷ്യരാകും. അവര് തിന്മയ്ക്ക് അജ്ഞാനിയും നന്മയ്ക്ക് ജ്ഞാനിയുമാകും.
അവരുടെ കണ്ണുകൊണ്ട് അവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും, അവരുടെ കാതുകൊണ്ട് അവർ ദൈവിക വെളിപ്പാട് കേൾക്കും, അവരുടെ നാവ് കൊണ്ട് അവർ ദൈവിക ആലോചന സംസാരിക്കും. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളുടെ കൊച്ചിന്റെ കുറ്റം പറയുന്നത് നിർത്തിയച്ച് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ഉറക്കെ പറ, എന്റെ തലമുറ ദൈവത്താൽ ഉപയോഗിക്കപ്പെടാനുള്ളതാ. കുറെ കാലമൊക്കെ മിണ്ടാതിരുന്നു എന്നുള്ളത് സത്യ. പക്ഷെ മിണ്ടിയപ്പം സെക്കരിയാവ് പ്രവചിച്ച പ്രവചനം എന്താ? ലൂക്കോസ് 1-ാമത്തെ വാക്യം, അവന്റെ അപ്പനായ സെക്കരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചതെന്താ? എന്താ പ്രവചിച്ചത്? നീയോ പൈതലേ നീ അത്യുന്നതന്റെ പ്രവാചകനെന്ന്. 76-ാമത്തെ വാക്യം, നീയോ പൈതലേ നീ അത്യുന്നതന്റെ ഒന്നുറക്കെ പറ, നീയോ പൈതൽ. നിന്റെ കുഞ്ഞിനെ നോക്കി നീ ആത്മാവി പറ, എന്റെ പൈതൽ ഒരു ആത്മീകനാണെന്ന് പറ. ഈ പ്രവാചകന്മാരോട് വലിയ എതിർപ്പുള്ളവരൊക്കെ നമ്മുടെ സഭകളിൽ ഒത്തിരി പെരുകുന്നുണ്ട്. പക്ഷെ ഞാനിന്ന് പകൽ ഒരു കാര്യം പറയാം, ഈ പ്രവാചകനോട് എതിർപ്പുള്ളവർക്ക് കർത്താവുമായിട്ടും വലിയ ബന്ധമൊന്നുമില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, യേശു വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രഭാഷകനായിരുന്നെന്നല്ല, ശക്തനായ പ്രവാചകനായിരുന്നെന്നാ ദൈവവചനം പറയുന്നത്. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പറ. എനിക്കറിയാം ഫെയ്ത്ത് സിറ്റീസ് ചർച്ച് പ്രവചന ശുശ്രൂഷയ്ക്കകത്തൂടെ വളർന്ന ഒരു ദൈവസഭയാ. ഈ ദിവസങ്ങളിൽ ആ ഒരു ബാറ്റൺ ദൈവം ഒരു തലമുറ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ ചോദിച്ചു, സെക്കരിയാവേ നീ എന്താ പറഞ്ഞേ? ആത്മാവിലൊക്കെയാ പറഞ്ഞത്, പക്ഷെ ഒരു ലോജിക്ക് വേണ്ടായോ? നീ പറഞ്ഞത് നീ പൈതലെ നിന്റെ തലമുറ നീ പ്രവാചകനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? മലാക്കി മുതൽ 400 വർഷമായിട്ട് ഈ നാട്ടിലെങ്ങും ഒരു പ്രവാചകനും ഇല്ല. സ്വോത്രം പണ്ടുണ്ടായിരുന്നെന്നുള്ളതൊക്കെ സത്യ. പക്ഷെ 400 കൊല്ലമായിട്ട്, 400 കൊല്ലം എന്ന് പറഞ്ഞാൽ എത്ര ജനറേഷനാന്ന് നിങ്ങൾ പറ. ഇവന്റെ തലമുറയിലും കേട്ടിട്ടില്ല, ഇവന്റെ അപ്പന്റെ കാലത്തും കണ്ടിട്ടില്ല, ഇവന്റെ വല്യപ്പന്റെ കാലത്തും കണ്ടിട്ടില്ല. 400 വർഷമായിട്ട് പ്രവാചകനില്ലാത്തവരും നാട്ടിൽ തനിക്കൊരു കുഞ്ഞുണ്ടായപ്പം അതിനെ നോക്കി ആത്മാവി പറയുന്ന ഒരപ്പൻ. ഇതിനായി അഭിഷേകം എന്ന് പറയുന്നത്, ഇതിനായി ദൈവകൃപ എന്ന് പറയുന്നത്. ഇല്ലാത്തതിനെ നോക്കി ഇല്ലാത്തതിനെ നോക്കി ഇന്ന് പകൽ ആത്മാവിലൊന്ന് പ്രവചിക്കാൻ, ഇല്ലാത്തതിനെ നോക്കി ആത്മാവിലൊന്ന് കൽപ്പിക്കാൻ. ജീസസ് ഭയങ്കര സ്പാർക്ക് ഇന്ന് പകൽ ആ ദൂതിനകത്ത് എനിക്ക് കിട്ടുന്നുണ്ട്. ഇല്ലാത്തതിനെ നോക്കി ഒന്ന് പ്രവചിക്കാൻ. കുറ്റം പറയാൻ അഭിഷേകത്തിന്റെ ആവശ്യമില്ല. കുറ്റം പറയാൻ അഭിഷേകം ആവശ്യമുണ്ടോ? ജഡസ്വഭാവമുള്ളവനൊക്കെ പറയാൻ പറ്റുന്ന കാര്യമാണ് കുറ്റം. നുണ പറയാൻ അഭിഷേകത്തിന്റെ ആവശ്യമുണ്ടോ? മനുഷ്യനെല്ലാം പറയുന്ന. പക്ഷെ ഇന്ന് പകൽ ഇല്ലാത്തതിനെ നോക്കി പറയാൻ ഒരുത്തന് കഴിയണമെങ്കിൽ അവന്റെ മേൽ ആത്മാവ് ആവശ്യമാ. ഇന്ന് പകൽ ആത്മശക്തി ഏറ്റെടുത്തുകൊണ്ട് നീയോ പൈതലേ അത്യുന്നതന്റെ പ്രവാചകനെന്ന്. ആന്റി, ഞാൻ ചോദിച്ചു, നീ ആരോടായി പറയുന്നേ? നീ എവിടെ നിന്നുകൊണ്ടായി പറയുന്നേ? ഈ ആലയത്തിന്റെ പ്രത്യേകത എന്താ? ഇത് നിന്റെ വല്യപ്പൻ ശലോമോന്റെ കാലത്തോളം പേരുള്ള ആലയം. അതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു.
പക്ഷേ അന്ന് പുള്ളി ഇത് പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ചപ്പം നിങ്ങൾ പറയുന്ന ദൈവസാന്നിധ്യം ഇറങ്ങിയെന്നുള്ളതും ദൂതൻ ഇറങ്ങിയെന്നുള്ളതും എല്ലാം സത്യ. അത് ഞങ്ങൾ സമ്മതിച്ചു. അതെല്ലാം പൊളിഞ്ഞു പോയില്ലേ? ബാബേൽ രാജാവായ നെബൂഖദ്നേസർ എപ്പോഴേ അത് പൊളിച്ചു. അതിനുശേഷം നിന്റെ വല്യപ്പൻ സെരുബ്ബാബേൽ ആത്മാവിൽ ആരാധിച്ചും മുട്ടുകുത്തി പ്രാർത്ഥിച്ചും ഉപവസിച്ചും കൊണ്ട് മറ്റൊരാലയം പണിതെന്നുള്ളത് സത്യം. അവിടെ തേജസ് ഇറങ്ങിയത് സത്യ. പക്ഷെ അതൊന്നും അല്ലല്ലോ. ഇത് ശലോമോന്റെ ആലയമല്ല, ഇത് സെരുബ്ബാബേലിന്റെ ആലയമല്ല, ഇത് ഹെരോദാവ് കച്ചവട കണ്ടുകൊണ്ട് പണിത ആലയമല്ലേ? പെന്തക്കോസ്ത് സഭകൾക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം കച്ചവട കണ്ടുകൊണ്ട് പട്ടണത്തിൽ പലരും സഭാഗോളുകൾ പൊക്കി പണിതിട്ട് അവിടെ നിന്ന് ബിസിനസ് നടത്തുമ്പോൾ ഇവിടെ നിന്ന് നിനക്കെങ്ങനെ പ്രവചിക്കാൻ ധൈര്യം വന്നത്? എറണാകുളത്ത് വ്യത്യസ്തമായി നിൽക്കാൻ നിയോഗിക്കപ്പെട്ട സഭയാ ഇതെന്ന് പ്രവചിക്കാൻ നിനക്കെങ്ങനെ സെഖര്യാവേ ധൈര്യം വന്നത്? ഹെരോദാവ് കച്ചവട കണ്ണുകൊണ്ട് പണിതതാണേലും സെഖര്യാവിനൊരു ദൂത് പറയാനുണ്ട്. മറ്റാരും കേറാത്ത ഈ യാഗപീഠത്തിൽ ഞാൻ കയറിയപ്പോൾ ഒരു കാര്യം നടന്നു. എന്താ നടന്നെന്നറിയോ? ഞാൻ കയറി നിന്നപ്പോൾ അവിടെ ഒരു കാര്യം സംഭവിച്ചു. യാഗപീഠത്തിൻ്റെ വലതുഭാഗത്ത് ഒരു ദൂതൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കയറി നിന്നപ്പോൾ എന്തോ കണ്ടു? ഉറക്കെ പറ. എൻ്റെ ശുശ്രൂഷ ഞാൻ എന്തോ കണ്ടു? ഉറക്കെ പറ പ്രിയപ്പെട്ടവരെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും കാണാത്ത ഒരു കാര്യം എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ തലമുറയിൽ എൻ്റെ തലമുറ പ്രവാചകനായി എഴുന്നേൽക്കുമെന്ന് പറയാൻ ഞാൻ ഇന്ന് പകൽ നിങ്ങളെ പ്രത്യേകമായ ഒരു ആത്മതലത്തിലേക്ക് കൊണ്ടുപോകുകയാ. ദൈവസിംഹാസനത്തിന്റെ നടുവിൽ നിന്ന് ഇന്ന് പകൽ അഭിഷേകത്തിന്റെ നദി ഒഴുകുമ്പോൾ അതിനകത്ത് കൃപാവരങ്ങൾ ഏറ്റെടുക്കുന്ന, അതിനകത്ത് ദൈവികാധികാരം ഏറ്റെടുക്കുന്ന, അതിനകത്ത് ദൈവശക്തി ഏറ്റെടുക്കുന്ന ഹല്ലേലൂയ. സഭയ്ക്ക് ഭാവിയുണ്ടോ? സഭയ്ക്ക് ഭാവിയുണ്ടോ? ഹെരോദാവ് എത്ര കച്ചവട കണ്ണുകൊണ്ട് പണിതാണേലും ഞങ്ങൾ ഇന്ന് പകൽ ഉറക്കെ പറയുന്നു, ശലോമോന്റെ കാലത്ത് നടന്നതിനേക്കാൾ, സെരുബ്ബാബേലിന്റെ കാലത്ത് നടന്നതിനേക്കാൾ വലിയൊരു പ്രവൃത്തി ഈ ആലയത്തിൽ നടക്കും. ഈ ആലയത്തിലാ ദാവീദ് പുത്രൻ കയറി വരുന്നത്. അവൻ ചിലത് മറിച്ചിടും, അവൻ ചിലതിനെ മറിച്ചിട്ട് ദൈവീക അധികാരം വെളിപ്പെടുത്തും. എന്റെ കൂടെ കണക്റ്റഡ് ആയി വരുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽ ഒരു വലിയ അധികാരം നമ്മുടെ മേൽ ദൈവം പകരാൻ പോവുക. ഒരു വലിയ ശുശ്രൂഷ നമ്മുടെ മേൽ ദൈവം സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് ചിലതിനെ ഉപയോഗിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് ചിലതിൻ്റെ മേൽ അധികാരം പകരാൻ പോവുക. ഇന്ന് പകൽ ഫെയ്ത്ത് സിറ്റിയിലെ തലമുറകളെ നോക്കിക്കൊണ്ട് മാതാപിതാക്കൾ ഉറക്കെ പറ, നീയോ പൈതലേ അത്യുന്നതന്റെ പ്രവാചകനെന്ന്. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കളൊക്കെ നിങ്ങളുടെ കര ഉയർത്തിപ്പിടിച്ച് ഒരല്പസമയം നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചു. നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചു. ഇതിനകത്തൊരു തലമുറ എഴുന്നേൽക്കുന്നു. അഭിഷേകമുള്ള ഒരു തലമുറ, അധികാരമുള്ള ഒരു തലമുറ, നിയോഗമുള്ള ഒരു തലമുറ, ദൈവകൃപയുള്ള ഒരു തലമുറ. Jesus, Jesus,
ഞാൻ മുട്ട നിന്നപ്പോൾ കിട്ടിയ അഭിഷേകമല്ല എനിക്കിത്. ഞാൻ പായുടെ വള്ളിയും വലിച്ചു പറിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ തൊട്ട് ഒരു ദൈവകൃപയുണ്ട്. അതെൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ മേൽ ദൈവം പകർന്ന നിയോഗമാ. അതിനുശേഷമായി എനിക്ക് കിട്ടിയ സ്ഥാനവും മാനവും എല്ലാം കിട്ടിയത്. അതിനു മുമ്പ് എൻ്റെ മേൽ വന്നത് ഈ അഭിഷേകമാ. അതുകൊണ്ട് എനിക്കിന്ന് പകൽ ധൈര്യത്തോടെ പറയാൻ പറ്റും, നിന്റെ തലമുറയുടെ ലൈഫിനെ അപ്സൈഡ് ഡൗൺ തിരിക്കാൻ പറ്റുന്നതായി അഭിഷേകം. തിരിച്ചു വാ. 1 ദിനവൃത്താന്തം 7:24. അവൻ്റെ മകൾ ശേര, അവൾ താഴത്തെയും മേലത്തെയും ബെത്ഹോരോനും ഉസ്സയേൽ ശേരയും പടുതു. അമ്മമാരെ, നിങ്ങൾ ആപത്തിന് പ്രസവിച്ചതല്ല. മക്കളെ, ഈ തലമുറയുടെ പ്രവാചകിയാ നീ. ദൈവം നിൻ്റെ മേലൊരു അഭിഷേകം പകരും, നിൻ്റെ മേലൊരു നിയോഗം ദൈവം പകരും. നീ ചിലത് പണിയും. വെറുതെ പണിയല്ല, നിൻ്റെ പേരിൽ ചിലത് പണിയും. ഞാനിന്ന് പകൽ ഇതിനെ നോക്കിക്കൊണ്ട് പ്രവചിക്കുക, പേരിനോട് ചേർത്ത് ചിലതുകൂടെ പണിയാൻ നീ തീരുമാനിക്കുക. എന്താന്ന് ദൈവം നിനക്ക് തന്ന സ്വപ്നത്തെ നിന്റെ പേരിനോട് ചേർത്ത് വെക്കാൻ. അത് IAS ആകട്ടെ, അത് IPS ആകട്ടെ, അതെന്തുവാകട്ടെ, ദൈവം നിനക്ക് തന്ന സ്വപ്നത്തെ നിന്റെ പേരിനോട് ചേർത്ത് വെക്കാൻ ഇന്ന് പകൽ അഭിഷേകത്തിന്റെ ധൈര്യം നിനക്കുണ്ടോ? ജീസസ്. യെസ്. ബെരിയാവിൻ്റെ കുടുംബം പണിയപ്പെടുക. എഫ്രൈമിൻ്റെ കുടുംബം. എഫ്രൈമിൻ്റെ മകൻ്റെ പേര് ബെരിയാവ്, ബെരിയാവിൻ്റെ മകൻ്റെ പേര് രേഫഗ്, രേഫഗിൻ്റെ മകൻ്റെ പേര് രേശഫ്, രേശഫിൻ്റെ മകൻ്റെ പേര് തേലഗ്, തേലഗിൻ്റെ മകൻ്റെ പേര് തകൻ, തകൻ്റെ മകൻ്റെ പേര് ലാദൻ, ലാദൻ്റെ മകൻ്റെ പേര് അമ്മീഹൂദ്, അമ്മീഹൂദിൻ്റെ മകൻ്റെ പേര് എലീശാമ, എലീശാമയുടെ മകൻ 9ാം തലമുറയിൽ നൂൻ ഉണ്ടാകുക. നൂൻ 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 ഉണ്ടാകുമ്പോഴും ഒരു അടിമത്തത്തില്ല. നൂൻ്റെ തലമുറയിൽ നൂനൊരു കുടുംബജീവിതം കിട്ടുന്നു. അവിടെ ഒരു കുഞ്ഞുണ്ടാകുന്നു. ആ കുഞ്ഞിനൊരു നൂനൊരു പേരിടുന്നു. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഹോശയ എന്നാ പേരിട്ടത്. അടിമത്തത്തിലിട്ട പേരാ ഹോശയ. പക്ഷേ സംഖ്യ 13:16 മോശ അവൻ്റെ പേര് മാറ്റി യോശുവ എന്നാക്കി. യോശുവ. ഇവൻ്റെ കാലത്ത് രക്ഷപ്പെടുമെന്നും പറഞ്ഞ സംഖ്യ 13:8 ഹോശയെന്ന് പേരിട്ടത്. ഹോശയ എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷയെന്നാ. പക്ഷെ സംഖ്യ 13:16 യോശുവ എന്ന് പേരാക്കി. എന്നിട്ട് ഉറക്കെ പറഞ്ഞു, യഹോവ രക്ഷകൻ. ഇവൻ്റെ കാലത്ത് രക്ഷപ്പെടും. എങ്ങനെ രക്ഷിക്കും? ഉറക്കെ പറ, ദൈവം തിരിക്കും, ദൈവം തിരിക്കും, ദൈവം എൻ്റെ തലമുറയെ തിരിക്കും. ഇന്ന് പകൽ നിന്റെ അടുത്ത് നിന്റെ കുഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ കൈ പിടിച്ച ഉറക്കെ പറ, ഇവിടെ കാലത്ത് ഞാൻ രക്ഷപ്പെടും, ഇവിടെ കാലത്ത് ഞങ്ങൾ എഴുന്നേക്കും. കുഞ്ഞെ, നീ നിന്റെ കുടുംബത്തെ തിരിക്കാൻ ദൈവം നിയോഗിച്ച തലമുറയാ. നിന്റെ കാലത്ത് സഭ ദൈവമഹത്വം അറിയും. നിന്റെ കാലത്ത് ചില ശുശ്രൂഷകൾ മടങ്ങി വരാൻ പോകുന്നത്. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ എൻ്റെ തലമുറയുടെ കാലഘട്ടത്തിലാ ദൈവിക അധികാരം എന്താണെന്ന് ലോകം അറിയാൻ പോകുന്നത്. എനിക്ക് കൊതിയുണ്ട്. കൈയടിക്കകത്ത് വന്യഭാഷയ്ക്കകത്ത് ഒതുങ്ങുന്ന ഒരു പെന്തക്കോസ്ത് അല്ല, എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പെന്തക്കോസ്ത്. ഓടുന്നതിന് മുമ്പ് അതിന്റെ ഐഡന്റിറ്റി നിൽക്കുന്ന ഒരു പെന്തിക്കോസ്. വെല്ലോന്റെ ഊന്നുവടിയെ ചാരി നിൽക്കാത്ത അഭിഷേകത്തിന്റെ അധികാരം വെളിപ്പെടുത്തുന്ന ഒരു ദൈവസഭ. കൊതിക്കുന്ന ദൈവമക്കളൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ട്. കൊതിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ട്. യെസ്. എൻ്റെ ലൈഫിലെ ശുശ്രൂഷയെ തിരിക്കാൻ ദൈവം ഉപയോഗിച്ചൊരു സ്ഥലമാണ് എറണാകുളം. അവിടെ വൈപ്പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു.
അദ്ദേഹത്തിൻ്റെ കല്ലൂര് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ 3 ദിവസം ഉപവസിക്കാൻ ഞാനും എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അനിയനും കൂടി ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊരു തമിഴൻ പാസ്റ്റർ വന്ന് എന്നെ 25 വർഷം നാട്ടിൽ കൊണ്ടുപോയി പ്രസംഗിപ്പിച്ചു. അങ്ങനെ എൻ്റെ ശുശ്രൂഷ തിരിയുന്നത്. സ്തോത്രം. വൈപ്പാപ്പച്ചായം പറഞ്ഞൊരു അനുഭവമുണ്ട്. വകയാറ് ദൈവസഭയുടെ പാസ്റ്ററായിട്ട് അദ്ദേഹം ഇരിക്കുന്ന കാലഘട്ടത്തിൽ വകയാർ ഒരു പാവം പിടിച്ച വീട്ടിലെ ഒരു അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുടിലിന് തീ കത്തുന്നതായിട്ട് നാട്ടുകാർക്ക് തോന്നി. നാട്ടുകാരെല്ലാം കൂടെ തീ കെടുത്താനായിട്ട് ഓടി വന്നപ്പം തീയല്ല, അകത്തമ്മ പ്രാർത്ഥിക്കുമ്പം പുറത്ത് ദൈവത്തിൻ്റെ തീ കത്തുക. The fire from heaven, the reply from heaven. ഇന്ന് പകൽ ഉയരത്തിലെ ചില തീ. ഓ ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. അത് പാലക്കാട് കത്തും, ഷാബാര, അത് തൃശ്ശൂര് കത്തും, അത് ഗുരുവായൂര് കത്തും, അത് തിരുവനന്തപുരത്ത് കത്തും, അത് കേരളം മുഴുവൻ കത്തും. ഷാബാര, ദൈവത്തിന്റെ തീ കത്തും. ദേശശക്തികൾ കീഴടങ്ങുന്ന നമ്മൾ പോകുന്നതിന് മുമ്പ് ആത്മാവ് നമ്മളെ ഒന്ന് കൊണ്ടുപോകട്ടെ. നമുക്കിന്ന് പകൽ ചിട്ടയിലൊക്കെ ഒരുങ്ങുന്നതിന് മുമ്പ് നമ്മളെ ദൈവാത്മാവ് ഒന്ന് പൊക്കിയെടുക്കട്ടെ. ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് പൊക്കിയെടുത്തില്ലേച്ച അസ്തോദിലേക്കല്ലേ കൊണ്ടുപോയത്? എന്താ ഈ അസ്തോദിന്റെ പ്രത്യേകത? ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകമെടുത്ത് അതിനെ അസ്തോദി കൊണ്ട് എന്ന് ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചു. ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കവിണ് വീണു. അവരവനെ പുനഃപ്രതിഷ്ഠ ചെയ്തു വെച്ചു. അത് വീണ്ടും വീണു. അതിന്റെ തലയും കൈപ്പത്തിയും ഉമ്മരപ്പടിമേൽ മുറിഞ്ഞു. പക്ഷേ ഈ അസ്തോദിലെ ദാഗോൻ ഒരു മത്സ്യകന്യകയാണോ പറയുന്നത്? കാലും കൈപ്പത്തിയൊക്കെ തലയും കൈപ്പത്തിയൊക്കെ തകർന്നെങ്കിലും അതിന്റെ കാലിനെ കുറിച്ച് പറയുന്നില്ല. അത് മത്സ്യകന്യകയാന്ന ചരിത്രം പറയുന്നത്. അത് വാലെ കുത്തി നിൽക്കുന്ന ശക്തിയാ, അതാ തടസ്സമായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഈ അസ്തോദിലോട്ട് ആത്മാവ് ഒരുത്തനെ എടുത്തോണ്ട് പോകാൻ തീരുമാനിച്ചപ്പോ കടന്നു കയറാൻ പറ്റാത്ത ചില മേഖലകളിലേക്ക് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. ഒരു ടച്ച്, ഒരൊറ്റ ടച്ച്. ആവർത്തനം 34:9. യഹോവയുടെ ദാസനായ മോശ യോശുവയെ കൈവച്ച് അനുഗ്രഹിച്ചപ്പോ ഈ സെഷനിൽ ഞാൻ അതേ ചെയ്യുന്നുള്ളൂ. ഞാൻ ഇന്ന് പകൽ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് ചുമ്മാതെ ഒരു ഊഹാഭോഗത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഒരു സ്പർശനം മതി. ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കുന്ന എന്നോട് ദൈവാത്മാവ് ഇടപെടുന്നു. ഇരുന്നു പോയ നിന്റെ കുടുംബത്തെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഇരുന്നു പോയ നിന്റെ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഇരുന്നു പോയ നിന്റെ കൂട്ടായ്മയെ ദൈവം എഴുന്നേൽപ്പിക്കുക. എടാ, നിന്റെ കൂടെ ആത്മാവുണ്ടെന്ന് അസ്തോദിലെ മത്സ്യകന്യകയെ നീ പേടിക്കണ്ട. ആത്മാവ് നിന്നെ എടുത്തോണ്ട് പോകും. ഈ പകൽ ദേശശക്തിക്ക് നേരെ അഭിഷേകത്തിന്റെ അധികാരത്തോട് ദൈവം ഉപയോഗിക്കുന്നത്. യോശുവ 4:14. എല്ലാവരുടെയും കണ്ണിന്റെ മുമ്പിൽ ദൈവം യോശുവയെ വലിയവനാക്കി. ഇന്ന് പകൽ നിന്റെ ഐഡന്റിറ്റി മാറ്റും ദൈവം. നിന്റെ അധികാരം മാറ്റും ദൈവം. നിന്റെ മേലൊരു നിയോഗം ദൈവം തരും. നിന്റെ മേലൊരു അധികാരം ദൈവം പകരുന്നു. സാരാഫാത്തൊക്കെ കഴിഞ്ഞു, കെരീത്തും കഴിഞ്ഞു. സാരാഫാത്തും കെരീത്തും ഒക്കെ പണ്ടത്തെ കാലമായിരുന്നു. കാക്ക വന്നതും മനുഷ്യൻ വന്നതും ഒക്കെ അല്ല. നിന്റെ ശുശ്രൂഷയിലെ മഹത്വം, ഹെവൻലി എൻകൗണ്ടറുകൾ നടക്കാൻ പോവുക. ദൈവത്തിന്റെ തീയെ മുഖാമുഖം കാണുന്ന യെസ്, അന്യഭാഷകളിൽ പ്രതികരിച്ചു തുടങ്ങ്. ദൈവിക അധികാരം ചലിക്കട്ടെ.
യെസ്. കൂരിക്കൂടി നിൽക്കാതെ, ഒതുങ്ങി നിൽക്കാതെ, നീ ഒരു വലിയ ഓട്ടക്കാരനാന്ന് ലോകം അറിയട്ടെ. കാലാളുകളുടെ കൂടെ ഓടാൻ വിളിക്കപ്പെട്ടവനല്ല നീ, കുതിരകളോടുകൂടെ മത്സരിച്ചോടാൻ. എടാ, അന്നത്തെ രഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ രഥമാ ആഹാബിന്റെ രഥം. അതിന്റെ മുമ്പിലോടാ. ഞാൻ ഈ വചനം തുടങ്ങിയതേ ഉള്ളൂ. വൈകിട്ട് ഇതിന്റെ അടുത്ത തലത്തിലോട്ട് നമ്മൾ കയറും. ഓട്ടത്തിനൊക്കെ ഭയങ്കര പ്രത്യേകതയുണ്ട്. പിൻപിലുള്ളത് മറന്നാ മാത്രം പോരാ, മുൻപിലുള്ളതിനെ ആയണം. അതെന്താണെന്നൊക്കെ വൈകിട്ട് ഞാൻ പറയും. പക്ഷെ ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നോട് പറയുകയാ, ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ ആഹാബിയ കുതിരകൾ. ഒരു വലിയ മഴയുടെ മുഴക്കം നീ കേൾക്കുന്നില്ലേ? ഒരു വലിയ ശുശ്രൂഷയുടെ മുഴക്കം നീ കേൾക്കുന്നില്ലേ? ഒളിച്ചിരുന്ന കാലം കഴിഞ്ഞെന്ന്. എഴുന്നേക്ക്, എഴുന്നേക്ക്, എഴുന്നേക്ക്. പരിശുദ്ധാത്മാവ് ഒരു തലമുറയെ നോക്കി പറയുക, എഴുന്നേക്ക്. നീ ഓടും, ആഹാവിന്റെ രഥത്തിന്റെ മുമ്പിൽ നീ ഓടും. അങ്ങനെ ഒരു അധികാരമാ ദൈവം നിന്റെ മേൽ പകരുന്നത്. കാലാളുകളോടല്ല നീ മത്സരിക്കാൻ പോകുന്നത്, ഫോഴ്സ് പവറിനോടാ നീ മത്സരിക്കാൻ പോകുന്നത്. കുതിരശക്തിയെ കീഴടക്കുന്ന അഭിഷേകത്തിന്റെ അധികാരം. യെസ് ജീസസ്. കാലഘട്ടത്തിന്റെ മുമ്പിലോടാൻ, കാലഗതിക്ക് മുൻപിലോടാൻ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുക. വൈകിട്ട് നമ്മൾ ചിന്തിക്കും ഇച്ചിരൂടെ ആഴത്തിൽ. നിങ്ങൾ എൻ്റെ കൂടെ നേരത്തെ വന്നിരിക്കണം. യെസ്. ഈ സന്ദേശം നിങ്ങളിൽ എത്ര പേരെ തൊട്ടു? എനിക്കൊന്ന് എഴുന്നേക്കണമെന്ന് കൊതിയുള്ള എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ശബാരാധാര. ഒന്ന് എഴുന്നേറ്റ് നിന്നു. ആവർത്തനം 34:9 യഹോവയുടെ ദാസനായ മോശെ വരെ കൈവച്ച് അനുഗ്രഹിച്ചു. ഇന്ന് പകൽ നിന്നെ ദൈവം തൊടും. ഞാൻ തൊടുന്നതിനപ്പുറത്ത്, ബാബുച്ചായൻ തൊടുന്നതിനപ്പുറത്ത്, ഏലിയാസ് പാസ് തൊടുന്നതിനപ്പുറത്ത്, സിനിച്ചായൻ തൊട്ട് പ്രാർത്ഥിക്കുന്നതിനപ്പുറത്ത് ഇതിനകത്ത് ചിലരെ കർത്താവ് തൊടുന്നു. ഒതുങ്ങിപ്പോയ നിന്നെ, ഇരുന്നു പോയ നിന്നെ, കുനിച്ചു കളഞ്ഞ നിന്നെ. പാസ്റ്റർ, എൻ്റെ അവസ്ഥയാ ഇപ്പൊ പ്രസംഗിച്ചത്. എനിക്ക് ചില കുരുക്കുകളുടെ അകത്തുനിന്ന് ഇറങ്ങി വരണം, എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്ന് കൊതിയുള്ള എത്ര പേര് ഇതിനകത്ത് നിൽപ്പുണ്ട്? ഞാനത് ചെയ്തില്ല. കർത്താവിൻ്റെ ആലോചനയോട് ചെയ്യുന്ന ഒരു നീതികേടാ. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഞാൻ വിളിക്കുന്നില്ല. പക്ഷേ ഞാൻ ഇന്ന് പകൽ വല്ലാതെ ചില മേഖലകളിൽ ഒതുങ്ങി നിൽക്കുക. എന്നെ ചിലതിങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുക. എനിക്ക് അതിനകത്തു നിന്ന് അതിജീവിച്ച് മുന്നേറണമെന്ന് കൊതിയുള്ള അങ്ങനെയുള്ളവർ നിങ്ങളുടെ കരം ഉയർത്തിപ്പിടിച്ച്, എല്ലാവരും വേണ്ട, എല്ലാം ചുമ്മാതെ കൈ ഉയർത്താതെ. ഇന്ന് പകൽ എനിക്ക് ഇത്രയും പേരുണ്ടെങ്കിൽ പിന്നെ ഞാൻ വിളിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ശബന രകൽ കടക. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളവർ മാത്രം വേഗം ഒന്ന് മുന്നോട്ട് വന്നു. ഒന്ന് രണ്ട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം പരിശുദ്ധാത്മാവിൻ്റെ മേൽ തരുന്നു. ശബന രകൽ കടക. തൊട്ട്
വിടുവിക്കാം. ടീം പ്ലീസ്. ശബ്ദ രകൽ കടക ശാന്തന രബ രബ രബ. ഇന്ന് പകൽ സഹോദരന്മാർ ഇച്ചിരൂടെ ഇങ്ങോട്ട് നിന്നാട്ട്, സഹോദരിമാർ ഇച്ചിരൂടെ അപ്പുറത്ത് നിന്നാട്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ചരിത്രത്തെ തൊടുന്ന പകലാ. ഈ പകൽ ഒരു ഹിസ്റ്ററി റീറൈറ്റ് ചെയ്യപ്പെടാൻ പോവാ. ഒരു ചരിത്രം തിരുത്തപ്പെടാൻ പോവാ. ഒരു ചരിത്രം തിരുത്തപ്പെടാൻ പോവാ. പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കേണ്ട. പുതിയതൊന്ന് ദൈവം ചെയ്യാൻ പോവാ. ഈ പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുക. യഹോവയുടെ ദാസനായ മോശ കൈവച്ച് അനുഗ്രഹിച്ചപ്പോ യോശുവയുടെ ചരിത്രം മാറിയതുപോലെ ഇന്നത്തെ പകൽ നിന്റെ ചരിത്രത്തെ ദൈവം മാറ്റാൻ പോവുക. ദിസ് ഈസ് യുവർ ടേണിംഗ് പോയിന്റ്. ഇന്ന് നിന്റെ ശുശ്രൂഷ മാറും. ഇന്ന് നിന്റെ നീല മാറും. ദൈവികാധികാരം ചലിക്കട്ടെ, ദൈവികാധികാരം ചലിക്കട്ടെ, ദൈവികാധികാരം ചലിക്കട്ടെ, ദൈവികാധികാരം ചലിക്കട്ടെ, ശക്തമായ ദൈവികാധികാരം ചലിക്കട്ടെ. കർത്താവെ, ഞാൻ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ദാസൻ എന്ന അധികാരത്തിൽ എനിക്ക് ദൈവം തന്ന നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇവരെ മനസ്സു തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇവരുടെ മേലൊരു ദൈവപ്രവൃത്തി ഇപ്പോൾ സംഭവിക്കട്ടെ. ഒതുങ്ങിപ്പോയ ഇവരുടെ കുടുംബങ്ങളുടെ അകത്തേക്ക് ദൈവിക അധികാരം ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. ഒരത്ഭുതകരമായ ദൈവപ്രവൃത്തി ഇന്ന് പകല് സംഭവിക്കട്ടെ. പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആരും പോകരുത്, പാട്ട് പാടിക്കൂ. 1-2 പേരെ തൊട്ടൊന്ന് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് എനിക്കൊരു നിയോഗം തരുന്നുണ്ട്. ബാക്കി ശുശ്രൂഷകൾ ചെയ്തു. കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. കൊയർ പാടിക്കോ, പാടിക്കോ, പാടിക്കോ. സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. രാജാധിരാജനെ കർത്താധികർത്താവേ, താൻ മാത്രമമർത്യതയുള്ളവനെ, വീരനാം ദൈവമേ, അത്ഭുതമന്ത്രി യാഹേ, യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ, അത്ഭുതമന്ത്രി യാഹേ, യുദ്ധം അങ്ങേക്കുള്ളത്. ക്രിസ്തുവേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടത്തും സൗരഭ്യമായി നമ്മെ അയച്ചിടും. ക്രിസ്തുവേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടത്തും സൗരഭ്യമായി നമ്മെ അയച്ചിടും.
പ്രിസലോട് എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്നത് ഓർത്തൊന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? ഈ 2 സെഷനുകൾ അത് കണക്റ്റഡ് ആയിട്ട് അങ്ങ് പോയി. ഈ സെക്കൻഡ് സെഷനിൽ ദൂത് വെളിപ്പെടാനുള്ള കാരണം ഫസ്റ്റ് സെഷനിൽ നമ്മളൊരു ക്രമീകരണത്തിൻ്റെ ദൂതായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ അകത്തുണ്ടായിരുന്ന ഒത്തിരി കാര്യങ്ങൾ പുറത്തുപോയി. ക്ഷമിക്കാൻ പറ്റാത്ത കിടന്ന കാര്യങ്ങളൊക്കെ ക്ഷമിക്കത്തക്കവണ്ണം തീരുമാനമെടുത്തപ്പോൾ രണ്ടാമത്തെ സെഷനിൽ നമ്മെ നാളുകളായി ഇരുത്തിയിട്ടിരുന്ന ഒരു കെട്ടുപൂട്ടി. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് അനുഭവിക്കുന്നവർന്ന് കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. സ്തോത്രം. നമ്മെ എഴുന്നേൽപ്പിച്ചത് പരിശുദ്ധാത്മാവാണെങ്കിൽ രാത്രികാല സെഷനിൽ നമ്മെ ദൈവം ഓടിപ്പിക്കാൻ പോവുക. എത്ര പേർ എന്നോട് ചേർന്നത് വിശ്വസിക്കുന്നുണ്ട്? കരമുയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിച്ച് ഓടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ ദാസനെ രാത്രികാലവും നമ്മുടെ നടുവിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷൻ നമുക്ക് തന്നതിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. എൻ്റെ സ്പിരിറ്റിൽ പരിശുദ്ധാത്മാവോട് പറയായിരുന്നു, സ്തോത്രം. കാലാളുകളോടുകൂടെ നീ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ ഓടും? ആ ദൈവശബ്ദം ഉജ്ജ്വലമായ ദൈവശബ്ദമായിരുന്നു. സ്തോത്രം. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. ഉടബ ശന്ധരാധന. ഇന്ന് പകൽ ഞാൻ പറയാം, ദൈവം കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തിയ 400 സംവത്സരം ശബ്ദമില്ലാതിരുന്ന സ്ഥാനത്ത് ഒരു പ്രവാചകന്റെ പൊടി പോലും ഇല്ലാതിരിക്കുമ്പോൾ മക്കളില്ലാത്തൊരു അപ്പൻ പ്രവചിക്കുക, എൻ്റെ മകനെ നീ വലിയ പ്രവാചകനാകും. ഇന്ന് പകൽ ചിലർ പ്രവചിക്കുമെന്ന് എത്ര പകൽക്കാലം ദൈവാത്മാവ് സംസാരിച്ചെങ്കിൽ ദൈവസഭ മുന്നോട്ട് പോകും. ദൈവസഭയുടെ ശബ്ദം മുൻപോട്ട് പോകും. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. താങ്ക് യു ജീസസ്. പെരുവ ദൈവസഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ സനീഷ് മുൻപോട്ട് കടന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വലിയൊരു ദാസന ആശീർവാദം പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രാർത്ഥനയ്ക്കായി നമുക്കൊരു കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ദാസനിലൂടെ കേൾപ്പിച്ച അനുഗ്രഹീതമായ ദൈവീയ ആലോചനകൾക്കായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതത്തിന് ഒരു യഥാർത്ഥമായ ലക്ഷ്യം ഉണ്ടെന്നും ആ ലക്ഷ്യത്തിനായി ഞങ്ങൾ എഴുന്നേൽക്കണമെന്നും ആമേൻ ഞങ്ങളെ ഇരുത്തിയ പല കാരണങ്ങളുമുണ്ട്. വിശുദ്ധ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുന്നു പോയ വിവിധ കാരണങ്ങളിൽ നിന്ന് അഭിഷക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചതും തലമുറകളുടെ മേൽ പുതിയ അഭിഷേകത്തെ കർത്താവ് പകർന്നതും ഒരു പാരമ്പര്യവും പറയാനില്ലാത്ത തലമുറകളുടെ മേൽ പ്രവചനാത്മാവിൽ എഴുന്നേൽപ്പിച്ചത് ആമേൻ പ്രവാചകനെന്ന ആമേൻ ആ നിയോഗത്തിൻ്റെ അകത്ത് തലമുറകളെ ദൈവം എഴുന്നേൽപ്പിച്ചതും ആയ ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇത് ഒരു എഴുന്നേൽപ്പിൻ്റെ സമയമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ദൈവസന്നിധാനത്തിൽ ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. തൻ്റെ ദാസൻ്റെ നാവിലൂടെ ആമേൻ ഞങ്ങളുടെ സഭയോട് ഞങ്ങളുടെ ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിച്ച് കഴിഞ്ഞതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ക്യാമ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ കർത്താവേ, ആ എഴുന്നേൽപ്പ് ആമേൻ ഒരു പുതിയ ഓട്ടത്തിലേക്ക് അടുത്തൊരു നിയോഗത്തിലേക്ക് നീങ്ങത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ നടുവിൽ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. തുറന്നു കിടക്കുന്ന സെഷനുകളിലും അവിടുത്തെ സാന്നിധ്യമുള്ളതിനായി നന്ദി പറയുന്നു. അവിടുത്തെ കൃപ കൂടിയിരിക്കും. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ യാചന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നരുളി ചെയ്ത നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് ദിനംതോറും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കരുതലും കാവലും നാം ഓരോരുത്തരോടും ലോകമെങ്ങുമുള്ള വിശുദ്ധന്മാരോടും കൂടി ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ ആമേൻ. ഈ പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വരണം